പറയുന്നത്, രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത്, അപ്പൊ ആദ്യത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബോധ്യപ്പെടുത്തുക, അതൊരു നല്ല ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്, എൻ്റെ ലൈഫിന്റെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്, സുരക്ഷിതമായ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ്. അത് എപ്പോഴും ഞാൻ പറയുന്നതാണ്. അപ്പൊ ആ ലക്ഷ്യത്തെ കുറിച്ച് നിങ്ങൾ ഇടയ്ക്ക് നല്ല ബോധ്യം ഉണ്ടാണ്. ഈവൻ നിങ്ങളുടെ റൂമിന്റെ ഒരു സീക്രട്ട് പ്ലേസിലോ അല്ലെങ്കിൽ ഡോറിന്റെ പിറകിലോ എവിടെയെങ്കിലൊക്കെ ഒന്ന് എഴുതി വെക്കുക. അടുത്ത പ്രാവശ്യം അടുത്ത DME പരീക്ഷയിൽ എൻ്റെ റാങ്ക് 31, അടുത്ത DME പരീക്ഷയിൽ എൻ്റെ റാങ്ക് 11, അടുത്ത DME പരീക്ഷയിൽ എൻ്റെ റാങ്ക് 7, ഞാൻ നേടാൻ പോകുന്ന റാങ്ക് 7. അപ്പൊ നാട്ടുകാർ കാണണമെന്നില്ല. അപ്പൊ നിങ്ങളുടെ ഒരു റൂമുണ്ട്, ആ റൂമിന്റെ ഡോറുണ്ട്, ആ ഡോറിന്റെ പിറകിൽ നിങ്ങൾ മനോഹരമായിട്ട് എഴുതി വെച്ചാൽ മതി, എൻ്റെ പേര് ഇത്, എൻ്റെ അടുത്ത DME റാങ്ക് ലിസ്റ്റിൽ, അടുത്ത PSC പരീക്ഷയിൽ DME റാങ്കിൽ ലിസ്റ്റിൽ എൻ്റെ റാങ്ക് നമ്പർ ഇത്രയാണ്. അപ്പൊ ആ ഡോറ് ക്ലോസ് ചെയ്യുമ്പോൾ പിന്നെ അത് ആർക്കും കാണാനും പറ്റില്ല. നിങ്ങൾ രാവിലെ എണീക്കുമ്പോഴേ അതിലേക്കാണ് നോക്കുന്നത്, തിരിച്ചു വീട്ടിൽ നിന്ന് പോകുന്ന സമയത്തും അതിലേക്കാണ് നോക്കുന്നത്. അപ്പൊ അത് മനസ്സിങ്ങനെ ബോധ്യപ്പെടുത്തുക, ആ ലക്ഷ്യത്തിൽ തന്നെ തീവ്രമായിട്ട് നിലനിൽക്കാൻ ശ്രമിക്കുക. ഒന്നതാണ്, എപ്പോഴും നമ്മുടെ വിഷൻ, നമ്മുടെ ഗോളിൽ ഫോക്കസ് ആയിരിക്കുക. അതൊരു മെന്റൽ എക്സസൈസ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്ത് മെന്റൽ എക്സസൈസ് ചെയ്തിട്ടും കാര്യമില്ലല്ലോ, നമ്മൾ പഠിക്കണ്ടേ. അപ്പൊ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ നമ്മൾ എന്തായാലും മാറ്റി വെക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമായിട്ട് ദൃഢനിശ്ചയം ചെയ്യുക. ചിലപ്പോൾ 1-2 ദിവസം ക്ലാസ് നമ്മൾ മിസ്സായി, നമുക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയി, നമ്മൾ അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ പിന്നെ നമ്മൾ മെഡിക്കൽ ഫീൽഡ് ആകുമ്പോൾ മിക്കവാറും ആളുകൾ നമ്മളെ ഹോസ്പിറ്റലിലേക്ക് വിളിക്കും. അങ്ങനെ നമ്മൾ ചിലപ്പോൾ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ എപ്പോഴും റിലേറ്റഡ് ആയിരിക്കും, ഫാമിലി ഉണ്ടാകും, കുട്ടികളുടെ അസുഖം, ഇതൊക്കെ ഉണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഒരു 1 അവറെങ്കിലും, അത്രയും പ്രയാസമുള്ളവർ അറ്റ്ലീസ്റ്റ് 1 അവറെങ്കിലും മാറ്റി വെച്ച് തീരൂ എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിൽ പോവുക. ഇനി ഞാൻ അവസാനം എന്നോട് പിന്നെ ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞ ആളോട് പറഞ്ഞു, എന്നാൽ നിങ്ങൾ 1.25 സ്പീഡിലെങ്കിലും നിങ്ങളുടെ യൂട്യൂബ് കാണുമെന്ന് പറഞ്ഞു. ഏത് നിങ്ങൾ മനസ്സിലാക്കണോ? രാവിലെ നിങ്ങൾക്ക് കിട്ടുന്ന നോട്ട് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ എടുത്ത് വായിക്കുക, കുറച്ച് വേഗത്തിലാണെങ്കിൽ വേഗത്തിൽ വായിക്കുക, എന്നിട്ട് നല്ല ശ്രദ്ധയോടുകൂടി വേഗത്തിൽ വായിക്കുക. എന്നിട്ട് നിങ്ങൾ 1.25 സ്പീഡിലെങ്കിലും ഇട്ടിട്ട് കേൾക്ക്. ചില ക്ലാസ്സുകൾ ചിലപ്പോൾ അങ്ങനെ കേൾക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് 1 മണിക്കൂർ മതിയാവും. ഇനി അതിനും നിവൃത്തിയില്ല എന്ന് പറയുന്നതോട് ഞാൻ പറയണെന്ന് വെച്ചാൽ, ഒരു കാരണവശാലും ക്ലാസ്സോ ഒരു ദിവസം സ്കിപ്പ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ആ യൂട്യൂബ് കാണുന്നത് സ്കിപ്പ് ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് 30 മിനിറ്റ്സ് ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയം ഉണ്ടല്ലോ, ഒരു നിവൃത്തിയില്ല എങ്കിൽ അത് 1-2 തവണ ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് വീഡിയോ കാണാൻ തീരെ നിവൃത്തി ഉണ്ടായില്ല, അത് പിന്നീട് എപ്പോഴേലും കാണാമെന്നാണ് വെക്കുന്നതെങ്കിൽ പോലും അവസാനത്തെ ഒരു 20-25 മിനിറ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന അതെങ്കിലും 1-2 തവണ അത് കാണുക, ആ ക്വസ്റ്റ്യൻ എങ്കിലും കേൾക്കുക. എന്ത് സംഭവിച്ചാലും ശരി, ഇത് ലാസ്റ്റ് ഓപ്ഷനാണ്. ദ ബെസ്റ്റ് ഓപ്ഷൻ എന്താണ്? ഏറ്റവും നന്നായിട്ട് മനോഹരമായിട്ട് ഭംഗിയായിട്ട് കൃത്യമായിട്ട് പഠിച്ച് നോട്ടൊക്കെ എഴുതി മുന്നോട്ട് പോവുക. രണ്ടാമത്തെ ഓപ്ഷനാണ് എന്താണ്? എന്ത് കാരണവശാലും എന്ത് റിസ്ക് എടുത്താലും ശരി 1.5 മണിക്കൂർ അതിന് പഠനത്തിന് മാറ്റി വെക്കുക. തീരെ നിവൃത്തിയില്ലാത്തവരോടാണ് ഈ പറയുന്നത്. ചിലപ്പോൾ ഒരു ആഴ്ചത്തേക്ക് അങ്ങനെ തീരെ നിവൃത്തിയില്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ലാസ്റ്റ് 30 മിനിറ്റ്സ് എങ്കിലും ഒന്ന് വീണ്ടും വൃത്തിയായിട്ട് കേട്ട് 1-2 തവണ ക്വസ്റ്റ്യൻ ചെയ്യുന്നെങ്കിലും കേൾക്കുക. കാരണം എന്താ വെച്ചാൽ, ഈ ട്രാക്കിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിനകത്തേക്ക് തിരിച്ചു കയറാൻ കൂടുതൽ റിസ്ക്, സമയമെടുക്കും, സ്ട്രെയിന് വേണ്ടി വരും. അതൊക്കെ സത്യമാണ്. അപ്പൊ അതുകൊണ്ട് വാട്ട് എവർ ഹാപ്പൻസ്, എന്ത് സംഭവിച്ചാലും ശരി, അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകണമെങ്കിൽ എന്ന് വേണം നമ്മുടെ മൈൻഡ് സെറ്റ് ആ രീതിയിൽ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ വാതിലിന്റെ പിറകിൽ ആരും കാണാത്തൊരു സ്ഥലത്ത് നിങ്ങളുടെ ഷെൽഫ് തുറക്കുമ്പോൾ, നിങ്ങൾ ഡ്രസ്സ് ഇടാൻ പോകുന്ന ഷെൽഫ്, ചില ഇത് പറയാം, ആരും കാണാത്ത ചില സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഷെൽഫിന്റെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ മാത്രമേ ആ ഡ്രസ്സ് ഇട്ട് അവിടെ കാണും. അവിടെ നിങ്ങൾ ചെറിയൊരു സ്റ്റിക്കർ ഇങ്ങനെ എഴുതി വെക്കുക, അടുത്ത DME പരീക്ഷയിലെ ആദ്യ 20 റാങ്കിൽ 1 എൻ്റെ ഈ 6 മാസത്തെ ജീവിത ലക്ഷ്യം എന്ന് എഴുതി വെച്ചാൽ മതി. അപ്പൊ അത് നമ്മൾ തുറക്കുമ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന സമയത്ത്, നമ്മൾ ഷെൽഫ് ഇങ്ങനെ തുറക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഇതാ വായിക്കുക, കളറിലൊക്കെ എഴുതി വെക്കുക, ഇടയ്ക്ക് വേണമെങ്കിൽ കളർ മാറ്റുക. അങ്ങനെ നമ്മളെ മനസ്സിനെ അങ്ങോട്ട് തെര്യപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ആത്മാർത്ഥമായിട്ട് 1-2 മണിക്കൂർ പഠിക്കുക, സമയം കൂട്ടിക്കൊണ്ടിരിക്കുക. ട്രാക്കിൽ നിന്ന് പോയാലും എത്രയും പെട്ടെന്ന് ട്രാക്കിലേക്ക് തിരിച്ചു പോവുക. ട്രാക്കിൽ നിന്ന് പോകാൻ ഒരുപാട്, നമ്മൾ ഡീവിയേറ്റ് ചെയ്യിക്കാൻ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാവും. അത് പല രീതികളിൽ ഉണ്ടാവും. അത് പല രീതികളിൽ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ടാവും, ഇന്റേണൽ ഫാക്ടേഴ്സ് ഉണ്ടാവും. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പുറമേ നിന്നുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും. കല്യാണങ്ങളാവാം, വിശേഷങ്ങളാവാം, കോളേജിലത്തെ ജോലി തിരക്കാവാം, ലാബത്തെ ഡ്യൂട്ടി തിരക്കാവാം, ആത്മാർത്ഥതയുടെ പ്രശ്നങ്ങളാവാം, പ്രിപ്പറേഷന് വേറെ പല സംഗതികളിൽ ഇൻവോൾവ്മെന്റ് ആവാം, ബന്ധുക്കളുടെ പ്രശ്നങ്ങളാവാം. അങ്ങനെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്താ? മനസ്സിന്റെ ഉള്ളിൽ തന്നെ തോന്നുക, എന്താ അപ്പൊ അതൊക്കെ പഠിച്ചിട്ട് കാര്യമുണ്ടോ, ഈ പറയുന്നതൊക്കെ ശരിയാണോ, എനിക്ക് കിട്ടുമോ? ഡൗട്ട് ഈസ് എ വൈറസ് എന്നാണ്. ഡൗട്ട് ഈസ് എ വൈറസ്. ഡൗട്ട് ഒരു വൈറസ് ആണ്. വൈറസ് എന്ന് പറഞ്ഞാൽ പോയിസൺ ആണ്. ഡൗട്ട് ഈസ് എ വൈറസ്. അങ്ങനെ ഡൗട്ട് വന്ന് അപ്പ പറയണേ, ക്യാൻസൽ ആൻഡ് ഡിലീറ്റ്, ഐ ലവ് മൈസെൽഫ്, ക്യാൻസൽ ആൻഡ് ഡിലീറ്റ്, ക്യാൻസൽ ആൻഡ് ഡിലീറ്റ്, ക്യാൻസൽ ആൻഡ് ഡിലീറ്റ്. ഇല്ല, എനിക്കത് പറ്റും.
ഐ ഹാവ് ടു, എനിക്കത് അച്ചീവ് ചെയ്യണം എന്നിങ്ങനെ നമ്മൾ തന്നെ നമ്മളെ മനസ്സിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക കേട്ടോ. ഇതൊക്കെയാണ് സ്ഥിരമായിട്ട് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇനി മാഡം ക്ലാസ് തുടങ്ങട്ടെ. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം സാറ് പറഞ്ഞ അതുപോലെ തന്നെ നിങ്ങളെല്ലാം ഫോളോ ചെയ്യുക, പ്രോപ്പർ ആയിട്ട് പഠിച്ചു പോവുക, റിവിഷൻ ചെയ്യുക. നിങ്ങളുടെ എയിം ഇതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രോപ്പർ ആയിട്ട് അത് ഫോളോ ചെയ്ത് റെഗുലർ ആയിട്ട് പഠിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന എന്താ, ഡീകാൽസിഫിക്കേഷൻ ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. ഓക്കെ, അപ്പൊ എന്താണ് ഡീകാൽസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? എന്താ ഡീകാൽസിഫിക്കേഷൻ? ആ പേരിൽ തന്നെയുണ്ട്. എന്താണ് ഡീകാൽസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? റിമൂവ് കാൽഷ്യം. ഓക്കെ, റിമൂവ് കാൽഷ്യം കറക്റ്റ് തന്നെയാണ്. നമ്മൾ എന്തിനാ കാൽഷ്യം റിമൂവ് ചെയ്യുന്നത്? എന്തിനാ? ടിഷ്യൂ സോഫ്റ്റനിങ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് നമ്മുടെ ഹിസ്റ്റോപത്തോളജി നമ്മൾ സ്റ്റഡി ചെയ്യുന്ന എന്താ, നമ്മൾ ടിഷ്യൂനെയാണ് സ്റ്റഡി ചെയ്യുന്നത്. നമ്മൾ മെജോറിറ്റി സോഫ്റ്റ് ടിഷ്യൂ നമുക്ക് വരാറുണ്ട്, അതിന്റെ കൂടെ തന്നെ കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ടിഷ്യൂ നമ്മുടെ ഹിസ്റ്റോപത്തോളജിയിൽ നമുക്ക് സ്റ്റഡി ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഫൈനൽ എയിം നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇത്രയും സീരീസ് ഓഫ് പ്രോസസ്സ് ചെയ്ത് നമ്മൾ ഫൈനലി അത് ഒരു സെക്ഷൻ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഒരു തിൻ സെക്ഷൻസ്, മൈക്രോമീറ്റർ അല്ലെങ്കിൽ മൈക്രോമീറ്റർ തിക്നെസ് ഉള്ള സെക്ഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്ത് അത് സ്ലൈഡിൽ വെച്ച് നമ്മൾ സ്റ്റെയിൻ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്രയും തിൻ ആയിട്ട് ഗുഡ് റെപ്രസെന്റേറ്റീവ് സീരിയൽ സെക്ഷൻസ് ആണ് നമുക്ക് ഫൈനൽ കിട്ടേണ്ട ഒരു ഔട്ട്പുട്ട്. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ട് അത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും ഹാർഡ് ആയിട്ടുള്ള ഡിഷ് നമ്മൾ ഇത്രയും അധികം പ്രോസസ് ഒക്കെ ചെയ്ത് വരുമ്പോഴും നമുക്ക് ഫൈനലി കട്ട് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട്. കാരണം നമുക്ക് പ്രോപ്പർ ആയിട്ട് അത് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്, നമുക്ക് ഇത്രയും ഈ ബോൺസ്, ടൂത്ത്, ചില ടിഷ്യൂല് കാൽസിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ടിഷ്യൂ ഒക്കെ കുറച്ച് ഹാർഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഫൈനലി അത് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയുള്ള ടിഷ്യൂവിൽ മെയിൻ ആയിട്ട് ഈ ഹാർഡ്നെസ് കൊടുക്കുന്നത് എന്താ, മിനറൽ ആയിട്ടുള്ള കാൽഷ്യമാണ് കൊടുക്കുന്നത്. അപ്പൊ കാൽഷ്യത്തിനെ റിമൂവ് ചെയ്താൽ നമുക്ക് ആ ഒരു സെക്കൻഡറി പർപ്പസ് ആയിട്ട് ആ ബോൺസ് അല്ലെങ്കിൽ ടൂത്ത് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡീകാൽസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡീകാൽസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ എന്താ, ഇറ്റ്സ് എ റിമൂവൽ ഓഫ് കാൽഷ്യം സോൾട്ട് ഫ്രം ദ ടിഷ്യൂ വിതൗട്ട് ഡാമേജിങ് ദ മോർഫോളജി ഓഫ് ദ ടിഷ്യൂ. ഒരു ടിഷ്യൂവിന്റെ മോർഫോളജി ഒന്നും ഡാമേജ് ചെയ്യാതെ ആ ടിഷ്യൂവിലുള്ള കാൽഷ്യത്തിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡീകാൽസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ കാൽഷ്യം കണ്ടെയ്നിങ് ടിഷ്യൂ ഏതൊക്കെയാ എല്ലാവർക്കും അറിയാം. ഫസ്റ്റത്തെ ഏതാ, ബോണ്. രണ്ടാമത്തെ ടൂത്ത്. പിന്നെ ഇത് കൂടാതെ തന്നെ പത്തോളജിക്കലായിട്ട് കാൽസിഫിക്കേഷൻ ടിഷ്യൂസിൽ വരാറുണ്ട്. നോർമലി ഫിസിയോളജിക്കലി അത് നോർമൽ കാൽസിഫിക്കേഷൻ ഉണ്ടായിരിക്കില്ല. ചില പത്തോളജിക്കൽ കണ്ടീഷനിൽ അബ്നോർമൽ ആയിട്ട് കാൽസിഫിക്കേഷൻസ് പല പല സോഫ്റ്റ് ടിഷ്യൂസിലും വരും. അത് നമുക്ക് പ്രോസസ്സിങ്ങിന്റെ ടൈമിലും കട്ടിങ്ങിന്റെ ടൈമിലും ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ അതിനകത്തുള്ള കാൽഷ്യവും ബോൺസിലെയും ടൂത്തിലെയൊക്കെ കാൽഷ്യം റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡീകാൽസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡീകാൽസിഫിക്കേഷൻ എപ്പോഴാണ് ചെയ്യുന്നത് ഒന്ന് പറഞ്ഞേ, എപ്പോഴാണ് നമ്മൾ ഡീകാൽസിഫിക്കേഷൻ ചെയ്യുന്നേ? ആഫ്റ്റർ ഫിക്സേഷൻ. ഓക്കെ, നമ്മൾ ആഫ്റ്റർ ഫിക്സേഷൻ ആണ് ഡീകാൽസിഫിക്കേഷൻ ചെയ്യുന്നത്. നമ്മുടെ ടിഷ്യൂ പ്രോസസ്സിംഗിൽ ചെയ്യുന്ന സ്റ്റെപ്പ് നമ്മൾ ഇത്രയും ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഫസ്റ്റ് നമ്മൾ ടിഷ്യൂനെ ഫിക്സ് ചെയ്യും, അത് കഴിഞ്ഞ് ഡീഹൈഡ്രേഷൻ, തേർഡ് വൺ ക്ലിയറിങ്, ഫോർത്ത് വൺ ഇംപ്രിഗ്നേഷൻ അല്ലെങ്കിൽ ഇൻഫിൽട്രേഷൻ, ഫൈനലി എംബഡ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്യാണ് ചെയ്തത്. ഇത് ഇത്രയാണ് നമ്മൾ റുട്ടീനിലെ ഹിസ്റ്റോപത്തോളജിയിൽ ചെയ്യുന്ന പ്രോസസ്സ്. നമ്മൾ ഡീകാൽസിഫിക്കേഷൻ നമുക്ക് നീഡ് ആയിട്ടുള്ള ടിഷ്യൂ, നമുക്ക് ബോൺസ് ആണ് വരണമെങ്കിൽ നമുക്ക് ഡീകാൽസിഫിക്കേഷൻ ചെയ്യണം. അപ്പൊ നമ്മൾ ഡീകാൽസിഫിക്കേഷൻ ചെയ്യുന്നത് എപ്പോഴാ, ആഫ്റ്റർ ദ ഫിക്സേഷൻ. ഫിക്സേഷൻ കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ സ്റ്റെപ്പാണ് എന്തെന്ന് പറയുന്നത്, ഡീകാൽസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ബോൺസ്, ടൂത്ത് ഒക്കെയാണ് നമുക്ക് ഹിസ്റ്റോപത്തോളജി ലാബിൽ വരണമെങ്കിൽ നമുക്ക് കമ്പൽസറി ആയിട്ട് അത് എന്ത് ചെയ്യണം, ഡീകാൽസിഫിക്കേഷൻ ചെയ്യണം. അപ്പൊ നമ്മൾ ഡീകാൽസിഫിക്കേഷൻ സെക്കൻഡ് സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്യുന്നത്, അതായത് ആഫ്റ്റർ ഫിക്സേഷൻ. അപ്പൊ ഫിക്സേഷൻ, ഡീകാൽസിഫിക്കേഷൻ ഇഫ് നെസസറി, അതുണ്ടെങ്കിൽ നമുക്കത് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നത്, ഡീഹൈഡ്രേഷൻ, ക്ലിയറിങ്, ഇംപ്രിഗ്നേഷൻ ഓർ ഇൻഫിൽട്രേഷൻ, ഫൈനലി എംബഡിങ് വിത്ത് പാരഫിൻ വാക്സിൻ. ഇത് എത്രയാണ് നമ്മൾ പ്രോസസ്സിൽ പറയുന്നത്. ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് കൺട്രോളിങ് ദ റേറ്റ് ഓഫ് ഡീകാൽസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഡീകാൽസിഫിക്കേഷനും നമ്മുടെ ഫിക്സേഷനും മൈക്രോട്ടോമി പോലെ അത്ര ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ്ലി ചോദിച്ചിട്ടില്ല. കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വിടാൻ പറ്റില്ല. കാരണം PSC എപ്പോഴും ഏത് സൈഡിൽ നിന്ന് വേണം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതുകൊണ്ട് ഓരോ ഏരിയ നമുക്കത് വിടാൻ പറ്റില്ല.
ഫാക്ടേഴ്സ് കൺട്രോളിങ് ദ റേറ്റ് ഓഫ് ഡീകാൽസിഫിക്കേഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മൾ ഫിക്സേഷനിലൊക്കെ പഠിച്ച പോലെ ഏകദേശം ആ ഫാക്ടേഴ്സ് തന്നെയാണ്. എത്ര ഫാക്ടേഴ്സ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? 5 ഫാക്ടേഴ്സ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാ? കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, ഡെൻസിറ്റി ഓഫ് ദ ബോൺസ്, അജിറ്റേഷൻ, തിക്നെസ് ഓഫ് ടിഷ്യൂ. ഇത് എത്രയാണ് ഫാക്ടേഴ്സ് കൺട്രോളിംഗ് റേറ്റ് ഓഫ് ഡീകാൽസിഫിക്കേഷൻ. ഇത് പറയാൻ കാരണം നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ഫാക്ടേഴ്സ് പഠിച്ചു വെക്കുക. അപ്പൊ ഫസ്റ്റത്തെ ഫാക്ടർ എന്താ? കോൺസെൻട്രേഷൻ. രണ്ടാമത്തത് ടെമ്പറേച്ചർ. മൂന്നാമത്തത് ഡെൻസിറ്റി ഓഫ് ദ ബോണ്. 4 അജിറ്റേഷൻ. അതിന്റെ അഞ്ചാമത്തേത് ഏതാ? തിക്നെസ് ഓഫ് ദ ബോൺസ്. ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കോൺസെൻട്രേഷൻ. നമുക്കറിയാം ഇൻക്രീസിങ് കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് ഡീകാൽസിഫിങ് അതായത് ഡീകാൽസിഫിക്കേഷന്റെ റേറ്റും കൂടും. പക്ഷെ നമുക്ക് ഒരുപാട് കോൺസെൻട്രേഷൻ ഹയർ കോൺസെൻട്രേഷൻ ആയിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം അത് നമ്മൾ ടിഷ്യൂവിനെ ഹാർംഫുൾ എഫക്റ്റ്, അതായത് മൈൽഡ് കോൺസെൻട്രേഷൻ മാത്രമേ നമ്മൾ റുട്ടീനിൽ യൂസ് ചെയ്യുള്ളൂ. കോൺസെൻട്രേഷൻ നോക്കുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് നമ്മുടെ ഡീകാൽസിഫിക്കേഷന്റെ റേറ്റ് കൂടും. പക്ഷെ അത് റുട്ടീൻ നമ്മൾ ചെയ്യാറില്ല. അടുത്ത ഏതാ? ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഡീകാൽസിഫിക്കേഷന്റെ റേറ്റും കൂടും. അത് എല്ലാ പ്രോസസ് ആയാലും നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ നമ്മുടെ സെക്കൻഡറി ആയിട്ട് ഏത് പ്രോസസ് ആയാലും അതിന്റെ ആക്സിലറേഷൻ അല്ലെങ്കിൽ റേറ്റ് ഓഫ് പെനിട്രേഷൻ ഇൻക്രീസ് ആവും. അങ്ങനെ ആ പ്രോസസ്സ് സ്പീഡപ്പ് ആവും. മൂന്നാമത്തെ എന്താ? ഡെൻസിറ്റി ഓഫ് ദ ബോൺസ്. നമുക്ക് പല പല ബോൺസ് ഉണ്ട്. ഈ റിബ്സിന്റെ അതേ തിക്നെസ് ആയിരിക്കില്ല ഫീമർ ബോണിനുള്ളത്. അപ്പൊ ഒരുപാട് ബോൺസ് ഉണ്ട്. ആ ബോൺസിന്റെ തിക്നെസ്സും ഡെൻസിറ്റിയും ഡിഫറെന്റ് ആണ്. അപ്പൊ ഹാർഡ് ബോൺസ് ആണ് വരുന്നതെങ്കിൽ നമ്മളെ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള ബോൺസിനെ കാട്ടി കുറച്ചുകൂടെ ടൈം എടുക്കും. എന്തിന്? ഡീകാൽസിഫിക്കേഷൻ ചെയ്യാൻ. അതാണ് ഡെൻസിറ്റി ഓഫ് ബോൺസ് എന്ന് പറയുന്നത്. ഹാർഡർ ബോൺ ടേക്ക് ലോങ്ങർ ടൈം ഫോർ ഡീകാൽസിഫിക്കേഷൻസ്. നാലാമത്തെ എന്താ? അജിറ്റേഷൻ. നമ്മുടെ എല്ലാ ടിഷ്യൂ പ്രോസസ്സിങ്ങിലും നമ്മൾ എന്ത് ചെയ്യും? അജിറ്റേഷൻ ചെയ്യും. അതായത് ഒരു മൂവ്മെന്റ് കൊടുക്കും. മൂവ്മെന്റ് കൊടുക്കുമ്പോൾ എന്താ അവിടെ നടക്കുന്നത്? ഒരു കൈനറ്റിക് മോഷൻ ആണ് കൊടുക്കുന്നത്. അപ്പൊ മോഷൻ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്ലൂയിഡ്സിന്റെ റേറ്റ് ഓഫ് പെനിട്രേഷൻ ആണ് കൂടുതൽ. ഇവിടെ നമ്മൾ ഡീകാൽസിഫൈങ് ഫ്ലൂയിഡ് യൂസ് ചെയ്താണ് ഡീകാൽസിഫിക്കേഷൻ ചെയ്യുന്നത്. അപ്പൊ ഈ ഡീകാൽസിയം ഫ്ലൂയിഡ് നമ്മുടെ ബോൺസിനകത്തോട്ട് കയറുന്ന റേറ്റ് ഓഫ് പെനിട്രേഷൻ ഇവിടെ ഇൻക്രീസ് ആവാണ് ചെയ്യുന്നത്. അതാണ് അജിറ്റേഷൻ. അതിപ്പോ ടിഷ്യൂ പ്രോസസ്സിംഗ് ആയാലും ഫിക്സേഷൻ ആയാലും എന്ത് തന്നെ ആയിക്കോട്ടെ, അജിറ്റേഷൻ ആണെങ്കിൽ നമുക്ക് അതിന്റെ പ്രോസസ്സ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് എന്താ? തിക്നെസ് ഓഫ് ദ ടിഷ്യൂ. നമ്മൾ തിന്നർ ആയിട്ടായിരിക്കണം ടിഷ്യൂ കട്ട് ചെയ്തിട്ട് നമ്മൾ ഡീകാൽസിഫൈ ചെയ്യേണ്ടത്. അത് ഇത്രയാണ് ഫാക്ടേഴ്സ് കൺട്രോളിംഗ് ദ റേറ്റ് ഓഫ് ഡീകാൽസിഫൈ. ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. ആദ്യത്തെ എന്താ? കോൺസെൻട്രേഷൻ. രണ്ടാമത്തത് ടെമ്പറേച്ചർ. മൂന്നാമത്തത് ഡെൻസിറ്റി ഓഫ് ദ ബോണ്. 4 അജിറ്റേഷൻ. 5 തിക്നെസ് ഓഫ് ടിഷ്യൂ. അടുത്ത എന്താ? ക്രൈറ്റീരിയ ഫോർ ഗുഡ് ഡീകാൽസിഫൈങ് ഏജന്റ്. ഒരു ഡീകാൽസിഫൈങ് ഏജന്റിന്റെ എന്തൊക്കെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റി വേണം? ഒരു ഡീകാൽസിഫൈങ് ഫ്ലൂയിഡ് എന്തൊക്കെയാ ക്വാളിറ്റി വേണ്ടത്? ഡീകാൽസിഫിക്കേഷൻ ആണ് പ്രോസസ്സ്. അപ്പൊ ഫസ്റ്റത്തെ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? കംപ്ലീറ്റ്ലി റിമൂവ് കാൽഷ്യം ഫ്രം ദ ടിഷ്യൂ. ഒരു ടിഷ്യൂ ഒന്ന് അതിലുള്ള എല്ലാ കാൽഷ്യവും റിമൂവ് ചെയ്യുന്ന ഒരു നല്ലൊരു ഫ്ലൂയിഡ് ആയിരിക്കണം എന്ത്? ഡീകാൽസിഫൈങ് ഏജന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താ? ഡസ് നോട്ട് ഡാമേജ് ദ ടിഷ്യൂ. നമ്മൾ ഡീകാൽസിഫൈ ചെയ്യുന്ന ടൈമിൽ ടിഷ്യൂവിനെ ഒന്നും ഡാമേജ് ചെയ്യാൻ പാടില്ല. മൂന്നാമത്തെ എന്താ? ഡസ് നോട്ട് ഇമ്പയർ ദ സബ്സിക്വന്റ് സ്റ്റെയിനിങ്. നമ്മൾ ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞ് നമുക്കൊരു റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള സെക്ഷൻ കിട്ടിയാൽ അത് നമുക്ക് സ്റ്റഡി ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റെയിൻ ചെയ്യണം. അപ്പൊ ഇത്രയും പ്രോസസ്സ് ചെയ്തിട്ട് ഫൈനൽ നമ്മൾ സ്റ്റെയിൻ ചെയ്യുമ്പോഴത്തേക്ക് അത് ഗുഡ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ എന്താ? നമ്മൾ എല്ലാ ചെയ്യുന്ന പ്രോസസ്സും നമ്മൾ ഫൈനലി ചെയ്യുന്ന സ്റ്റെയിനിങ്ങിനെ ഓൾട്ടർ ചെയ്യാൻ പാടില്ല. അപ്പൊ അതുപോലെ തന്നെ ഡീകാൽസിഫൈങ് ഫ്ലൂയിഡ് എന്തായിരിക്കണം? ഡസ് നോട്ട് ഇമ്പയർ ദ സബ്സിക്വന്റ് സ്റ്റെയിനിങ്. ഫൈനലി എന്താ? റീസണബിൾ ഫാസ്റ്റ് ആയിട്ടുള്ള ഡീകാൽസിഫിക്കേഷൻ. ഇത് എത്രയാണ് ക്രൈറ്റീരിയ ഫോർ ഗുഡ് ഡീകാൽസിഫൈങ് ഏജന്റ് എന്ന് പറയുന്നത്? ഏതൊക്കെയാ? കംപ്ലീറ്റ്ലി റിമൂവ് ദ കാൽഷ്യം ഫ്രം ദ ടിഷ്യൂ, ഡസ് നോട്ട് ഡാമേജ് ദ ടിഷ്യൂ, ഡസ് നോട്ട് ഇമ്പയർ ദ സബ്സിക്വന്റ് സ്റ്റെയിനിങ്, ലാസ്റ്റ് എന്താ? റീസണബിൾ ഫാസ്റ്റ് ഡീകാൽസിഫിക്കേഷൻ. ഇനി അടുത്തത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം മെത്തേഡ്സ് ഓഫ് ഡീകാൽസിഫിക്കേഷൻ. ഏതൊക്കെ മെത്തേഡ് വഴി നമുക്ക് ഡീകാൽസിഫിക്കേഷൻ ചെയ്യാം? ഏതൊക്കെ മെത്തേഡ് നിങ്ങൾക്ക് അറിയാം? നിങ്ങൾക്കൊന്ന് അറിയാവുന്ന പറഞ്ഞേ. ഏതൊക്കെ മെത്തേഡ് നിങ്ങൾ കേട്ടിട്ടുള്ളത്? Acid decalcification, ഓക്കെ, ion ആസിഡ് exchange, ഡീകാൽസിഫിക്കേഷൻ. ion exchange decalcification, Okay, electrical very good. chemotherapy, surface Chemotherapy decalcification, agents. ultrasound. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരുവിധം അറിയാം. വെരി ഗുഡ്. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ മെത്തേഡ്സ് ഓഫ് ഡീകാൽസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഫസ്റ്റ് നമ്മൾ പറയുന്നത് എന്താ? ആസിഡ് ഡീകാൽസിഫിക്കേഷൻ. അപ്പൊ നമുക്ക് ഏകദേശം ഒരു എത്ര മെത്തേഡ്സ് ഉണ്ട്? 6 മെത്തേഡ്സ് ആണ് നമ്മൾ ഡീകാൽസിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്.
അതിൽ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് കോമൺലി ചെയ്യുന്നത് ആസിഡ് ഡീകാൽസിഫിക്കേഷൻ. അതാണ് നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ടത്, ആസിഡ് ഡീകാൽസിഫിക്കേഷൻ. രണ്ടാമത്തെ എന്താ? അയൺ എക്സ്ചേഞ്ച് റെസിൻസ്. മൂന്നാമത്തത് ചീലേറ്റിംഗ് ഏജൻസ്. നാലാമത്തത് ഇലക്ട്രോഫോററ്റിക് ടെക്നിക്ക്. അഞ്ചാമത്തത് മൈക്രോവേവ് ടെക്നിക്ക്. ആറാമത്തത് സർഫസ് ഡീകാൽസിഫിക്കേഷൻ. അപ്പൊ എത്ര മെത്തേഡ് ഉണ്ട് നമുക്ക് ഡീകാൽസിഫിക്കേഷന്? 6 മെത്തേഡ് ആണ് ഉള്ളത്. ഏതൊക്കെയാ? ഫസ്റ്റത്തത് ആസിഡ് ഡീകാൽസിഫിക്കേഷൻ, രണ്ടാമത്തത് അയൺ എക്സ്ചേഞ്ച് റെസൻസ്, മൂന്നാമത്തത് ചീലേറ്റിംഗ് ഏജൻസ്, നാലാമത്തത് ഇലക്ട്രോഫോററ്റിക് ടെക്നിക്ക്, അഞ്ചാമത്തത് മൈക്രോവേവ് ടെക്നിക്ക്, ആറാമത്തത് സർഫസ് ഡീകാൽസിഫിക്കേഷൻ. ഇനി ഫസ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ആസിഡ് ഡീകാൽസിഫിക്കേഷൻ പേരിൽ തന്നെ ഉണ്ട്. നമ്മൾ ഡീകാൽസിഫിക്കേഷന് വേണ്ടി എന്താ യൂസ് ചെയ്യുന്നത്? ആസിഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആസിഡ് വെച്ച് നമ്മൾ ഡീകാൽസിഫിക്കേഷൻ ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആസിഡ് ഡീകാൽസിഫിക്കേഷൻ എന്ന് പറയാം. നമുക്കറിയാം നമുക്ക് എത്ര ടൈപ്പ് ആസിഡ് ഉണ്ട്. മെയിൻലി 2 ടൈപ്പ് ആസിഡ് ആണ് ഉള്ളത്, ഇനോർഗാനിക്കും ഓർഗാനിക്കും, അല്ലെങ്കിൽ സ്ട്രോങ് ആസിഡ്, വീക്ക് ആസിഡ്. നമ്മൾ ഇനോർഗാനിക് ആസിഡ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ആയിരിക്കും, ഓർഗാനിക് ആസിഡ് എന്ന് പറഞ്ഞാൽ വീക്ക് ആസിഡ്. അത് നമുക്ക് 2 കാറ്റഗറി ആയിട്ട് തന്നെ നമുക്ക് ഡീകാൽസിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്യാം. ഫസ്റ്റത്തെ നോക്കുകയാണെങ്കിൽ സ്ട്രോങ് അല്ലെങ്കിൽ ഇനോർഗാനിക് ആസിഡ്. മെയിൻ ആയിട്ട് നമുക്ക് 2 സ്ട്രോങ് ആസിഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വണ്ണ് നൈട്രിക് ആസിഡ്, സെക്കൻഡ് വണ്ണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പൊ സ്ട്രോങ് ആസിഡ് നമ്മൾ ഡീകാൽസിഫിക്കേഷൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏതൊക്കെയാ? നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ വീക്ക് അല്ലെങ്കിൽ ഓർഗാനിക് ആസിഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് 3 ആസിഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാ? ഫോമിക് ആസിഡ്, അസറ്റിക് ആസിഡ്, പിക്രിക് ആസിഡ്. അപ്പൊ സ്ട്രോങ് ആസിഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാ? നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. വീക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫോമിക് ആസിഡ്, അസറ്റിക് ആസിഡ്, പിക്രിക് ആസിഡ്. ഓക്കെ, വീക്ക് ആസിഡ് 3 എണ്ണം, സ്ട്രോങ് ആസിഡ് മെയിൻ ആയിട്ട് 2 എണ്ണം. ഇനി നമ്മൾ എഗെയിൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡിനെ കാട്ടി സ്ട്രോങ് ആസിഡിൽ കുറച്ചുകൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാ? നൈട്രിക് ആസിഡ് ആണ് യൂസ് ചെയ്യുന്നത്. നൈട്രിക് ആസിഡില് 3 വേരിയൻസ് ഉണ്ട്. ഇതിൽ 4ാമത് പറഞ്ഞിരിക്കുന്ന വോൺ എബ്നേസ് ഫ്ലൂയിഡ് ആക്ച്വലി ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഒരു വേരിയന്റ് ആണ്. അത് നൈട്രിക് ആസിഡിന്റെ വേരിയന്റ് അല്ല. ഒന്നുകൂടെ പറയാം. നൈട്രിക് ആസിഡ് നമ്മൾ മെയിൻ ആയിട്ട് 3 വേരിയന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അക്യൂസ് നൈട്രിക് ആസിഡ്, ഫോമൽ നൈട്രിക് ആസിഡ്, പെരിനീസ് ഫ്ലൂയിഡ്. ഈ വോൺ എബ്നേസ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ അത് ഹൈഡ്രോക്ലോറിക് ആസിഡ് കണ്ടെയ്നിങ് ഫ്ലൂയിഡ്. അത് അവിടെ ഒരു മിസ്റ്റേക്ക് വന്നതാണ്. അപ്പൊ ഞാൻ സ്ട്രോങ് ഇനോർഗാനിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നൈട്രിക് ആസിഡ് ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡും ഉണ്ട്. നൈട്രിക് ആസിഡിൽ നമ്മൾ 3 എണ്ണം നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയാ? അക്യൂസ് നൈട്രിക് ആസിഡ്, ഫോമൽ നൈട്രിക് ആസിഡ്, പെരിനീസ് ഫ്ലൂയിഡ്. പേരൊന്ന് പഠിച്ചേ. നൈട്രിക് ആസിഡിൽ 3 എണ്ണം ഉണ്ട്. അക്യൂസ് നൈട്രിക് ആസിഡ്, ഫോമൽ നൈട്രിക് ആസിഡ്, പെരിനീസ് ഫ്ലൂയിഡ്. ഈ വോൺ എബ്നേസ് ഫ്ലൂയിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് കണ്ടെയ്നിങ് ഡീകാൽസിഫൈയിങ് ഏജന്റ് ആണ്. അപ്പൊ സ്ട്രോങ്ങില് നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. നൈട്രിക് ആസിഡ് കണ്ടെയ്നിങ് അക്യൂസ് നൈട്രിക് ആസിഡ്, ഫോമൽ നൈട്രിക് ആസിഡ്, പെരിനീസ് ഫ്ലൂയിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് കണ്ടെയ്നിങ് വോൺ എബ്നേസ് ഫ്ലൂയിഡ്. രണ്ടാമത്തത് വീക്ക് അല്ലെങ്കിൽ ഓർഗാനിക് ആസിഡ്. നമ്മൾ വീക്ക് ആസിഡിൽ ഫോമിക് ആസിഡും അസറ്റിക് ആസിഡും പിക്രിക് ആസിഡും പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഫോമിക് ആസിഡ് ആണ് ഒരു പ്രൈമറി ഡീകാൽസിഫൈയിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ അസറ്റിക് ആസിഡും ഈ പിക്രിക് ആസിഡും അത് എലോൺ, അത് ഒറ്റയ്ക്ക് നമ്മളൊരു ഡീകാൽസിഫൈയിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാറില്ല. കാരണം അത് ടിഷ്യൂവിന് സ്വെല്ലിങ്ങും കുറച്ച് ഹാർഡനിങ് എഫക്റ്റ് ഒക്കെ കൊടുക്കും. അപ്പൊ നമ്മളൊരു പ്രൈമറി ഡീകാൽസിഫൈയിങ് വീക്ക് ആസിഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതാ? ഫോമിക് ആസിഡ് മാത്രമേ സച്ച് അതുപോലെ യൂസ് ചെയ്യുള്ളൂ. ഈ അസറ്റിക് ആസിഡും പിക്രിക് ആസിഡും ഓരോ കൺസ്റ്റുവൻസ് ആയിട്ട് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. അത് എലോൺ അങ്ങനെ യൂസ് ചെയ്യില്ല. അപ്പൊ ഫോമിക് ആസിഡിലും എഗെയിൻ 3 വേരിയന്റ് ഉണ്ട്. ഏതൊക്കെയാ? അക്യൂസ് ഫോമിക് ആസിഡ്, ഫോമിക് ആസിഡ്, ഫോമാലിൻ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗുഡിങ്സ് ആൻഡ് സ്റ്റുവർട്ട്സ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. എന്തിനാ? ഫോമിക് ആസിഡ്, ഫോമാലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗുഡിങ്സ് ആൻഡ് സ്റ്റുവർട്ട്സ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഫോമിക് ആസിഡ്, സോഡിയം സിട്രേറ്റ്. അപ്പൊ ഫോമിക് ആസിഡ് കണ്ടെയ്നിങ് ആയിട്ടുള്ളത് 3 സൊല്യൂഷൻസ് ആണ്. ഏതൊക്കെയാ? അക്യൂസ് ഫോമിക് ആസിഡ്, ഫോമിക് ആസിഡ്, ഫോമാലിൻ അല്ലെങ്കിൽ ഗുഡിങ്സ് ആൻഡ് സ്റ്റുവർട്ട്സ് ഫ്ലൂയിഡ്. മൂന്നാമത്തത് ഫോമിക് ആസിഡ്, സോഡിയം സിട്രേറ്റ്. പിന്നെ ഉള്ളത് അസറ്റിക് ആസിഡ്, പിക്രിക് ആസിഡ്. അപ്പൊ ഇതിപ്പോ തന്നെ പഠിച്ചു പോവാ. നമുക്ക് ആസിഡ് ഡീകാൽസിഫിക്കേഷൻ ആണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. ആസിഡ് ഡീകാൽസിഫിക്കേഷനിൽ എന്തൊക്കെ ഉണ്ട്? സ്ട്രോങ്ങും ഉണ്ട്, വീക്കും ഉണ്ട്. സ്ട്രോങ് ആസിഡിൽ ഏതൊക്കെയാ? നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. നൈട്രിക് ആസിഡിൽ ഏതൊക്കെ ഉണ്ട്? അക്യൂസ് നൈട്രിക് ആസിഡ്,
ഫോമ നൈട്രിക് ആസിഡ് പെരിനിയസ് ഫ്ലൂയിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡിൽ വോൺ എബ്നേസ് ഫ്ലൂയിഡ് ഉണ്ട്. ഇനി ഓർഗാനിക് ആസിഡിൽ ഫോമിക് ആസിഡ് മാത്രമേ നമ്മൾ പ്രൈമറി ഡീകാൽസിഫൈങ് സൊല്യൂഷൻ ആയിട്ട് യൂസ് ചെയ്യുള്ളൂ. അതിൽ തന്നെ 3 വേരിയന്റ് ഉണ്ട്. അക്യൂസ് ഫോമിക് ആസിഡ് ആയിട്ട് യൂസ് ചെയ്യാം, ഫോമിക് ആസിഡ് ഫോർമാലിൻ അല്ലെങ്കിൽ ഗുഡിങ്സ് ആൻഡ് സ്റ്റുവർട്ട്സ് ഫ്ലൂയിഡ് എന്ന് പറയും. മൂന്നാമത്തത് ഫോമിക് ആസിഡ് സോഡിയം സിട്രേറ്റ്. അസറ്റിക് ആസിഡും പിക്രിക് ആസിഡും നമ്മൾ ആസച്ച് അതുപോലെ യൂസ് ചെയ്യില്ല. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആസിഡ് ഡീകാൽസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ, ആസിഡ് ഡീകാൽസിഫിക്കേഷൻ ആണ് നമ്മൾ കോമൺസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ്. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ റുട്ടീൻ ലബോറട്ടറിയിൽ മോസ്റ്റ് കോമൺലി ചെയ്യുന്ന മെത്തേഡ്സ് ഓഫ് ഡീകാൽസിഫിക്കേഷൻ എന്താ? ആസിഡ് ഡീകാൽസിഫിക്കേഷൻ ആണ് നമ്മൾ കോമൺ ആയിട്ട് റുട്ടീൻ ലബോറട്ടറിയിൽ ചെയ്യുന്നത്. ഇനി ആസിഡ് ഡീകാൽസിഫിക്കേഷന്റെ എയിം അല്ലെങ്കിൽ അതിന്റെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അതിന്റെ മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഈ ആഡ് ചെയ്യുന്ന ഈ ആസിഡ് നമ്മുടെ ടിഷ്യൂ, അതായത് ബോൺസും ടൂത്തിലൊക്കെ ഉള്ള കാൽഷ്യമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു സോളുബിൾ കാൽഷ്യം സോൾട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ബോൺസിലുള്ള അല്ലെങ്കിൽ ടിഷ്യൂവിലുള്ള കാൽഷ്യം റിമൂവ് ചെയ്യുക. അതാണ് നമ്മുടെ മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആഡ് ചെയ്യുന്ന ഈ ഡീകാൽസിഫൈങ് സൊല്യൂഷൻ എന്ന് പറയുന്ന ആസിഡ് ആണ്. ഈ ആസിഡ് നമ്മുടെ ബോൺസിനടുത്തുള്ള കാൽഷ്യം ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു സോലുബിൾ കാൽഷ്യം സോൾട്ട് ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ടിഷ്യൂവിലെ കാൽഷ്യം റിമൂവ് ആയിട്ട് ഡീകാൽസിഫിക്കേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. ഇനി സ്ട്രോങ് ആസിഡ്, നമ്മൾ പറഞ്ഞ സ്ട്രോങ് ആസിഡ് ഏതൊക്കെയാ? നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും. സ്ട്രോങ് ആസിഡ് നമ്മൾ ഏത് കോൺസെൻട്രേഷനിലാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ഇവിടെ നോക്കേണ്ട, സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് 5 to 10% ആണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്ട്രോങ് ആസിഡിന്റെ കോൺസെൻട്രേഷൻ യൂസ് ചെയ്യുന്നത്. സ്ട്രോങ് ആസിഡ്സ് ആർ യൂസ്ഡ് ഇൻ 5 to 10% കോൺസെൻട്രേഷൻ. ഇനി അത് they are rapid in action, however careful attention is needed to prevent tissue damage. ഞാൻ പറഞ്ഞു നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗിൽ പറഞ്ഞു, കോൺസെൻട്രേഷൻ കൂടുന്നതനുസരിച്ച് റേറ്റ് ഓഫ് പെനിട്രേഷൻ അല്ലെങ്കിൽ മോഡ് ഡീകാൽസിഫിക്കേഷന്റെ റേറ്റ് കൂടുമെന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ആക്ഷൻ റാപ്പിഡ് ആണ്, പക്ഷെ നമ്മളത് കെയർഫുള്ളി കൺട്രോൾ ചെയ്തില്ല എങ്കിൽ നമ്മുടെ ടിഷ്യൂവിന് ഡാമേജ് ഉണ്ടാവും. ഇനി നമ്മൾ ആസിഡ് ഡീകാൽസിഫിക്കേഷനിൽ സ്ട്രോങ് ആസിഡ് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇത് റാപ്പിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അർജന്റ് ബയോപ്സിക്കും സ്മോൾ നീഡിൽ ബയോപ്സിയൊക്കെ നമുക്ക് വിത്തിൻ 24 hours പ്രോസസ് ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് എന്താ? സ്ട്രോങ് ആസിഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സ്മോൾ നീഡിൽ ബയോപ്സി റാപ്പിഡ് ഡയഗ്നോസിസ് നെസസറി വിത്തിൻ 24 hours. നമുക്ക് 24 hours റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അവിടെ ഏത് ഡീകാൽസിഫൈങ് സൊല്യൂഷനാണ് യൂസ് ചെയ്യുന്നത്? സ്ട്രോങ് ആസിഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി സ്ട്രോങ് ആസിഡ് ഫസ്റ്റ് നമ്മൾ പറയുന്നത് നൈട്രിക് ആസിഡിന്റെ കമ്പോണൻസ് ഉള്ളതാണ്. അതിൽ ഫസ്റ്റത്തെ ഏതാ? അക്വസ് നൈട്രിക് ആസിഡ്. നമ്മൾ 10% ആണ് യൂസ് ചെയ്യുന്നത്. പ്രിപ്പറേഷൻ 10% ആകുമ്പോൾ എങ്ങനെയായിരിക്കും? നൈട്രിക് ആസിഡ് 10 ml, ഡിസ്റ്റിൽ വാട്ടർ 90 ml. ഇനി അതിന്റെ അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാ? റാപ്പിഡ് ആണ്, ലിറ്റിൽ ഡാമേജ്, നമ്മൾ കെയർഫുള്ളി ഇത് കൺട്രോൾ ചെയ്ത് കുറച്ച് ഡാമേജ് മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ എന്താ? നമ്മുടെ നൈട്രിക് ആസിഡ് എന്ത് കളറാ? ഒരു സ്ലൈറ്റ് ഒരു യെല്ലോ കളറാണ്. അപ്പൊ നമുക്ക് നൈട്രിക് ആസിഡ് വെച്ച് നമ്മൾ ടിഷ്യൂവിനെ ഡീകാൽസിഫിക്കേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ടിഷ്യൂവിനും അല്ലെങ്കിൽ ബോൺസിനും ഒരു യെല്ലോ കളർ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ആ യെല്ലോ കളർ റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? യൂറിയ യൂസ് ചെയ്താൽ നമുക്ക് ആ യെല്ലോ കളർ റിമൂവ് ചെയ്യാൻ പറ്റും. നൈട്രിക് ആസിഡ് may give യെല്ലോ കളർ ടു ദ ടിഷ്യൂ ദാറ്റ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ യൂറിയ. അപ്പൊ നമ്മുടെ നൈട്രിക് ആസിഡ് വെച്ചുള്ള കളർ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താ? യൂറിയയാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത്, നമുക്ക് ഓരോ ഡീകാൽസിഫിക്കേഷൻ മെത്തേഡിലും എത്ര ടൈം ഉണ്ടെന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അക്വസ് നൈട്രിക് ആസിഡ് യൂസ് ചെയ്താണ് ഡീകാൽസിഫിക്കേഷൻ ചെയ്യുന്നതെങ്കിൽ ടൈം റിക്വയർഡ് ഫോർ ഡീകാൽസിഫിക്കേഷൻ എത്രയാ? 12 to 24 hours. ഏകദേശം ഒരു ദിവസം, അതായത് ഒരു പകുതി ദിവസം മുതൽ ഒരു ദിവസം വരെയാണ് നമ്മളുടെ ഈ അക്വസ് നൈട്രിക് ആസിഡ് യൂസ് ചെയ്യണമെങ്കിൽ ഒരു ഡീകാൽസിഫിക്കേഷൻ വേണ്ട ടൈം. അതിൽ 5 millimeter റിബ്സ് എന്ന് പറയുന്നത് ക്വാളിറ്റി കൺട്രോൾ സെക്ഷൻ, അതായത് നമ്മൾ ക്വാളിറ്റി കൺട്രോൾ ആയിട്ട് എടുക്കുന്നത് ഹ്യൂമൻ റിബ്സ് ആണ്. അതായത് 5 millimeter തിക്നെസ് ഉള്ള ഒരു ഹ്യൂമൻ റിബ്സ് ആണ് എല്ലാത്തിലും നമ്മൾ ക്വാളിറ്റി കൺട്രോൾ ആയിട്ട് പറയുന്നത്. അത് വെച്ചാണ് നമ്മൾ ടൈം പറയുന്നത്. അപ്പൊ ഒരു 5 millimeter ഹ്യൂമൻ റിബ്സ് ഡീകാൽസിഫിക്കേഷൻ ചെയ്യാൻ എടുക്കുന്ന ടൈം എത്രയാ? അക്വസ് നൈട്രിക് ആസിഡ് യൂസ് ചെയ്ത 12 to 24 hours ആണ് അക്വസ് നൈട്രിക് ആസിഡ് യൂസ് ചെയ്ത 5 millimeter റിബ്സ് ഡീകാൽസിഫിക്കേഷൻ എടുക്കുന്ന ടൈം. ഓക്കെ, അപ്പൊ അക്വസ് നൈട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ 10% നൈട്രിക് ആസിഡ് ആണ്, 10 ml 90 ml ഡിസ്റ്റിൽ വാട്ടർ. റാപ്പിഡ് ആണ്, ഡാമേജ് ഒക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് വെച്ചാൽ കുറവായിരിക്കും. പിന്നെ നൈട്രിക് ആസിഡ് ആയതുകൊണ്ട് യെല്ലോ കളർ ഉണ്ട്, അത് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാ? യൂറിയ വെച്ച് റിമൂവ് ചെയ്യാം. ടൈം റിക്വയർഡ് ഫോർ ഡീകാൽസിഫിക്കേഷൻ എത്രയാ?
12 to 24 hour for 5 millimeter human ribs. ഇനി അടുത്തത് ഏതാ? ഫസ്റ്റത്തത് അക്യൂസ് നൈട്രിക് ആസിഡ്, രണ്ടാമത്തത് ഫോമാൽ നൈട്രിക് ആസിഡ്. അതിൽ പേരിൽ തന്നെ ഉണ്ട് ഫോമാൽ നൈട്രിക് ആസിഡ്. അപ്പൊ എക്സ്ട്രാ ഇതിൽ എന്തും കൂടെ ഉണ്ട്? ഫോമാലിനും കൂടെ ഉണ്ട്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. നൈട്രിക് ആസിഡ് 10 ml, ഫോമാൽ 10 ml ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ മേക്കപ്പ് ചെയ്യാൻ ഡിസ്ലോട്ടർ എത്ര ml ആഡ് ചെയ്യുന്നുള്ളൂ? 80 ml ആഡ് ചെയ്യുന്നു. ഇനി അതിന്റെ അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ബോത്ത് ഫോമാലിനും ഉണ്ട് നൈട്രിക് ആസിഡും ഉണ്ട്. നൈട്രിക് ആസിഡ് ആക്ട് ആസ് എ ഡീകാൽസിഫൈങ് സൊല്യൂഷൻ, ഫോമാലിൻ ആക്ട് ആസ് എ ഫിക്സേറ്റീവ്. അപ്പൊ ബോത്ത് ഫിക്സേഷൻ ആൻഡ് ഡീകാൽസിഫിക്കേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അതായത് ഫോമാൽ നൈട്രിക് ആസിഡ് എന്ന ഫോമാലിന്റെ ഗുണങ്ങളും കിട്ടുന്നുണ്ട്, നമ്മുടെ ഈ നൈട്രിക് ആസിഡിന്റെ ഡീകാൽസിഫിക്കേഷൻ ഗുണങ്ങളും കിട്ടുന്നുണ്ട്. അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ റാപ്പിഡ് ആക്ഷൻ ആണ്. ഫോമാലിൻ ഇൻഹിബിറ്റ് ടെൻഡൻസി ഓഫ് മാസറേഷൻസ്. മാസറേഷൻസ് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്കിപ്പോ ഒരു ടിഷ്യൂ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ അല്ലെങ്കിൽ കുറച്ച് ഹാർഡ് ആയിട്ട് ടിഷ്യൂ നമ്മൾ ഒരു വെള്ളത്തിൽ മുക്കി വെച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് എന്താ ടിഷ്യൂ സോഫ്റ്റ് ആയിട്ട് പൊടിഞ്ഞു പോകാനുള്ളത്. ഇപ്പൊ നമ്മളിപ്പം എന്തെങ്കിലും മാങ്ങ എന്തെങ്കിലും നമ്മൾ ഉപ്പിലിട്ട് വെച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ അതൊന്ന് സോഫ്റ്റ് ആയിട്ട് പൊടിഞ്ഞു പോകാനുള്ള സാധ്യത. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹ്യൂമൻ ടിഷ്യൂ നമ്മൾ കുറച്ച് നാൾ വെള്ളത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സൊല്യൂഷൻ കുറച്ചധികം നാൾ മുക്കി വെച്ചാൽ അല്ലെങ്കിൽ സോക്ക് ചെയ്ത് വെച്ചാൽ ടിഷ്യൂവിന് ഒരു സോഫ്റ്റ് ആയിട്ട് അത് ബ്രേക്ക് ആയി പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ ഫോമാലിൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ മാസറേഷൻ ടെൻഡൻസി ഇൻഹിബിറ്റ് ചെയ്യും. പിന്നെ ലെസ് ചാൻസ് ഓഫ് ടിഷ്യൂ ഡാമേജ് ആൻഡ് സ്വെല്ലിങ്. നമ്മുടെ ന്യൂക്ലിയസ് ചെയിനൊക്കെ വെല്ലായിട്ട് ഇത് പ്രിസർവ് ചെയ്യും നമ്മൾ ഫോമാൽ നൈട്രിക് ആസിഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. ഇനി ടൈം റിക്വയർഡ് ഫോർ ഡീകാൽസിഫിക്കേഷൻ എത്രയാ? 1 to 2 days. നമ്മുടെ അക്യൂസ് നൈട്രിക് ആസിഡ് ആണെങ്കിൽ എത്രയാ നമ്മൾ പറഞ്ഞത്? 12 to 24 hours ആണ് നമ്മൾ ടൈം പറഞ്ഞത്. ഫോമാൽ നൈട്രിക് ആസിഡ് ആണെങ്കിൽ ഏകദേശം ഒരു 1 to 2 days നമുക്ക് 5 millimeter ഹ്യൂമൻ ട്രിപ്സ് ഡീകാൽസിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി വേണം. മൂന്നാമത്തെ ഏതാ? പെരിനീസ് ഫ്ലൂയിഡ്. പെരിനീസ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് 3 കമ്പോണന്റ് ഉണ്ട്, 2 ആസിഡും 1 ആൽക്കഹോളും. നൈട്രിക് ആസിഡ് കമ്പോണന്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ്. അപ്പൊ എന്തായാലും എന്തുണ്ട്? നൈട്രിക് ആസിഡ് ഉണ്ട്, ക്രോമിക് ആസിഡ് ഉണ്ട്, അബ്സല്യൂട്ട് ആൽക്കഹോൾ ഉണ്ട്. നൈട്രിക് ആസിഡ്, ക്രോമിക് ആസിഡ്, 2 ആസിഡ് 1 ആൽക്കഹോൾ. നൈട്രിക് ആസിഡ്, ക്രോമിക് ആസിഡ്, അബ്സല്യൂട്ട് ആൽക്കഹോൾ. പെരിനീസ് ഫ്ലൂയിഡിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സ്മോൾ ഡെപ്പോസിറ്റ് കാൽഷ്യത്തിനൊക്കെ ഉള്ള ഒരു എക്സലന്റ് ഡീകാൽസിഫിങ് ഏജന്റ് ആയിട്ട് നമ്മൾ എന്ത് പറയും? പെരിനീസ് ഫ്ലൂയിഡ് പറയും. അപ്പൊ പെരിനീസ് ഫ്ലൂയിഡ് എന്തൊക്കെയാ ഉള്ളത്? നൈട്രിക് ആസിഡ് ഉണ്ട്, ക്രോമിക് ആസിഡ് ഉണ്ട്, അബ്സല്യൂട്ട് ആൽക്കഹോൾ. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയാൻ എന്താ? നമ്മുടെ സ്മോൾ ഡെപ്പോസിറ്റ് ഓഫ് കാൽഷ്യത്തിനൊക്കെ ഒരു എക്സലന്റ് ഡീകാൽസിഫൈങ് ഏജന്റ് ആണ് ഏത്? പെരിനീസ് ഫ്ലൂയിഡ്. ഇനി ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സൊല്യൂഷൻസ് എപ്പോഴും സ്റ്റോക്കിലായിരിക്കണം കെപ്റ്റ് ചെയ്ത് വെക്കേണ്ട. നമ്മൾ എപ്പോഴാണോ പ്രിപ്പയർ ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് ഫ്രഷ്ലി അതെടുത്ത് പ്രിപ്പയർ ചെയ്യാണ് ചെയ്യേണ്ടത്. പിന്നെ പറയുന്നത് നമുക്ക് ഈ സൊല്യൂഷൻ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു വയലറ്റ് ടിഞ്ച് വരാനുള്ള സാധ്യത ഉണ്ട്. അതാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജ് പറയുന്നത്. ഇത് നമുക്ക് സ്മോൾ ഡെപ്പോസിറ്റിനൊക്കെ എക്സലന്റ് ആണെന്ന് പറഞ്ഞു, പക്ഷെ നമുക്ക് കുറച്ച് ഡെൻസ് ആയിട്ടുള്ള ബോൺസിന് അത് സ്ലോ ആയിട്ട് ഡീകാൽസിഫിക്കേഷൻ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ പെരിനീസ് ഫ്ലൂയിഡ് നമ്മൾ റുട്ടീനിൽ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാറില്ല. ടൈം റിക്വയർഡ് ഫോർ ഡീകാൽസിഫിക്കേഷൻ എത്രയാ? 2 to 4 days ഫോർ 5 millimeter ഹ്യൂമൻ ട്രിപ്സ്. അപ്പൊ നമ്മൾ അക്യൂസ് നൈട്രിക് ആസിഡ് എത്രയാ പറഞ്ഞത്? 12 to 24 hours. നമ്മൾ ഫോമൽ നൈട്രിക് ആസിഡ് എത്രയാ പറഞ്ഞത്? 1 to 2 days. പെരിനീസ് ഫ്ലൂയിഡ് എത്രയാ പറഞ്ഞത്? 2 to 4 days ഫോർ 5 millimeter ഹ്യൂമൻ ട്രിപ്സ്. അടുത്തത് വോൺ എബ്നേഴ്സ് ഫ്ലൂയിഡ്. വോൺ എബ്നേഴ്സ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് കണ്ടെയ്നിങ് ഫ്ലൂയിഡ് ആണ്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയുണ്ട്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ഉണ്ട്, HCl ഉണ്ട്, ഡിസ്റ്റിൽ വാട്ടർ ഉണ്ട്. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ നമ്മുടെ ടൂത്തിന് വേണ്ടി ഒരു ഐഡിയൽ ഡീകാൽസിഫൈങ് ഏജന്റ് ആണ് എന്ത്? വോൺ എബ്നേഴ്സ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. നമ്മുടെ സ്മോൾ ഡെപ്പോസിറ്റ് ഓഫ് കാൽഷ്യത്തിന് വേണ്ടി ഏതാ? പെരിനീസ് ഫ്ലൂയിഡ്. അപ്പൊ നമ്മൾ ടൂത്തിന് വേണ്ടി ഒരു ഐഡിയൽ ഡീകാൽസിഫൈങ് ഏജന്റ് എന്ന് പറയുന്നത് വോൺ എബ്നേഴ്സ് ഫ്ലൂയിഡ് ആണ്. റാപ്പിഡ് ആക്ഷൻ ആണ്. പിന്നെ ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ എന്താ? നമ്മൾ സ്റ്റെയിൻ ചെയ്യുമ്പോഴത്തേക്ക് ന്യൂക്ലിയസ് ചെയ്യുന്നത് അത്ര പ്രോപ്പർ ആയിട്ട് നമുക്ക് ഈ വോൺ എബ്നേഴ്സ് ഫ്ലൂയിഡ് വെച്ച് ഡീകാൽസിഫൈ ചെയ്താൽ കിട്ടില്ല. ഇത് എത്രയാണ് എന്ത്? ആസിഡ് ഡീകാൽസിഫിക്കേഷനിലെ സ്ട്രോങ് ആസിഡ്സ്, അതായത് നൈട്രിക് ആസിഡ് ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. നൈട്രിക് ആസിഡിൽ തന്നെ അക്യൂസ് നൈട്രിക് ആസിഡ് ഉണ്ട്, ഫോമാൽ നൈട്രിക് ആസിഡ് ഉണ്ട്, പെരിനീസ് ഫ്ലൂയിഡ്, പിന്നെ വോൺ എബ്നേഴ്സ് ഫ്ലൂയിഡ്. ഇത് ഇത്രയാണ് സ്ട്രോങ് ആസിഡ്സ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് നോക്കേണ്ട ഏതാ? വീക്കർ ഡൈല്യൂട്ട് ഓർഗാനിക് ആസിഡ്.
ഫോമിക് ആസിഡ് ഇസ് only weak acid usually used as a primary decalcifying agent. ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ ഫോമിക് ആസിഡ് മാത്രമേ നമ്മളൊരു പ്രൈമറി ഡീകാൽസിഫയിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുള്ളൂ. അസറ്റിക് ആസിഡും പിക്രിക് ആസിഡും നമ്മുടെ ടിഷ്യൂവിനൊക്കെ സ്വില്ലിംഗ് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അത് നമ്മൾ ഒറ്റയ്ക്ക് യൂസ് ചെയ്യില്ല, വേറെ ഏതെങ്കിലും കോൺസ്റ്റുവൻസ് ആയിട്ട് മാത്രമേ നമ്മൾ അത് യൂസ് ചെയ്യാറുള്ളൂ. അപ്പൊ നമുക്ക് നോക്കേണ്ടത് ഇവിടെ ഫോമിക് ആസിഡ് ആണ്. ഫോമിക് ആസിഡ് നമുക്ക് ഏതൊക്കെ പഠിച്ചു? അക്യൂസ് ഫോമിക് ആസിഡ് പഠിച്ചു, ഫോമിക് ആസിഡ് ഫോമാൽ അല്ലെങ്കിൽ ഗുഡിങ്സ് ആൻഡ് സ്റ്റുവർട്ട്സ് പഠിച്ചു, ഫോമിക് ആസിഡ് സോഡിയം അസറ്റേറ്റ് പഠിച്ചു. ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് അക്യൂസ് ഫോമിക് ആസിഡ്. അക്യൂസ് ഫോമിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോമിക് ആസിഡും ഡിസ്റ്റിൽ വാട്ടർ മാത്രമേ ഉള്ളൂ. 90% ഫോമിക് ആസിഡ് 10 ml, ഡിസ്റ്റിൽ വാട്ടർ 90 ml. നമ്മൾ അക്യൂസ് ഫോമിക് ആസിഡ് ആണ് റുട്ടീൻ സർജിക്കൽ സ്പെസിഫിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം ഒട്ടുമിക്ക ലബോറട്ടറിയിലും നമ്മുടെ ഫോമിക് ആസിഡ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം അത് വീക്ക് ആസിഡ് ആണ്. നമുക്ക് റീസണബിൾ ആയിട്ടുള്ള സ്പീഡിൽ നമുക്ക് കിട്ടും. ടിഷ്യൂ ഡാമേജ് ഒക്കെ അത്യാവശ്യം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ റുട്ടീൻ സർജിക്കൽ സ്പെസിഫിന് വേണ്ടി നമ്മൾ ഫോമിക് ആസിഡ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഡീകാൽസിഫിക്കേഷൻ ടൈം എത്രയാ? 1 to 10 days ആണ് നമ്മൾ ഡീകാൽസിഫിക്കേഷൻ ടൈം പറയുന്നത്. കോമ്പോസിഷൻ പറഞ്ഞു, ഫോമിക് ആസിഡും ഉണ്ട്, ഡിസ്റ്റിൽഡ് വാട്ടറും ഉണ്ട്. ഇനി അടുത്തത് ഫോമിക് ആസിഡ് ഫോമാലിൻ, അല്ലെങ്കിൽ അതിന്റെ വേറെ പേരെന്താണ്? ഗുഡിങ്സ് ആൻഡ് സ്റ്റുവർട്ട് സൊല്യൂഷൻ. അപ്പൊ നമുക്ക് ചോദിക്കാം ഗുഡിങ്സ് ആൻഡ് സ്റ്റുവർട്ട് സൊല്യൂഷനിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ അതിനകത്ത് എന്താ? അതിന്റെ പേര് വേറെ പേരെന്താ? ഫോമിക് ആസിഡ് ഫോമാലിൻ. ആ പേരിൽ തന്നെ ഉണ്ട്. ഫോമാലിൻ ഉണ്ട്, ഫോമിക് ആസിഡ് ഉണ്ട്, പിന്നെ ഡിസ്റ്റിൽഡ് വാട്ടറും ഉണ്ട്. ഫോമാലിൻ, നമ്മുടെ സാച്ചുറേറ്റഡ് ഫോമാലിൻ എത്ര പെർസെന്റേജ് അവൈലബിൾ ആയിട്ടുള്ളത്? 40% ഫോമാൽഡിഹൈഡിനെയാണ് നമ്മൾ 100% ആയിട്ട് പറയുന്നത്. അതായത് നമ്മൾ ഫിക്സേഷനിൽ പഠിച്ചത്, അത് നമുക്ക് PSCക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. എത്ര പെർസെന്റേജ് ഫോമാലിനാണ് നമുക്ക് കോൺസെൻട്രേറ്റഡ് എന്ന് പറഞ്ഞത്? 40% ഫോമാൽഡിഹൈഡ് ആണ്. അപ്പൊ നമ്മൾ ഫോമിക് ആസിഡ് ഫോമാലിൻ ഉണ്ട്, ഫോമിക് ആസിഡ് ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിക്സേഷനും ഡീകാൽസിഫിക്കേഷനും സൈമുൾട്ടേനിയസിലായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ ഫിക്സേറ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഏതാ? ഫോമാലിനാണ് ഫിക്സേറ്റീവ് ആയിട്ട് ആക്ട് ചെയ്തത്. ഡീകാൽസിഫയിങ് സൊല്യൂഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഏതാ? ഫോമിക് ആസിഡ്. ഇത് രണ്ടും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സൈമുൾട്ടേനിയസ്ലി ഡീകാൽസിഫിക്കേഷനും ഫിക്സേഷനും ഒക്കെ നടക്കും. ഇനി ഡീകാൽസിഫയിങ് ഏജന്റ് ഫോർ ചോയ്സ് ഓഫ് റുട്ടീൻ ലബോറട്ടറി. ഇപ്പൊ ഞാൻ പറഞ്ഞു ഫോമിക് ആസിഡ് ഉള്ള ഡീകാൽസിഫയിങ് സൊല്യൂഷൻ ആണ് നമ്മൾ റുട്ടീൻ ലബോറട്ടറി പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ടൈം റിക്വയർഡ് ഫോർ ഡീകാൽസിഫിക്കേഷൻ എത്രയാ? 36 to 48 hours for 5 millimeter human rips. ഗുഡിങ്സ് ആൻഡ് സ്റ്റുവർട്ട് സൊല്യൂഷന്റെ ടൈം എത്രയാ? 36 to 48 hours for 5 millimeter human rips. ഇതെത്രയാണ് നമ്മുടെ ഡീകാൽസിഫയിങ് സൊല്യൂഷൻസ്? സ്ട്രോങ്ങും ഉണ്ട്, വീക്കും ഉണ്ട്. ഇനി നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? ആ ജസ്റ്റ് നിങ്ങൾ നോക്കേണ്ട. അതിന്റെ ഇവിടെ നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കണം എത്ര ടൈംസ് ആണ് നമ്മൾ വോളിയം എടുക്കുന്നതെന്ന്. നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാം പ്രൊസീജിയർ എങ്ങനെയാ ചെയ്യുന്നതെന്ന് പറയാം. നമ്മൾ ഇപ്പം ഈ ഫിക്സേഷൻ കഴിഞ്ഞിട്ടാണ് ഡീകാൽസിഫിക്കേഷൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 2 to 3 days ബഫേർഡ് ന്യൂട്രൽ ഫോമാലിൻ ടിഷ്യൂവിനെ ഫിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡീകാൽസിഫയിങ് സൊല്യൂഷനുള്ള കണ്ടെയ്നറിലോട്ട് നമ്മൾ എന്തിന് ട്രാൻസ്ഫർ ചെയ്യുക? ഇപ്പൊ ബോൺസ് അല്ലെങ്കിൽ ടൂത്തിനെ ട്രാൻസ്ഫർ ചെയ്യുക. നമ്മൾ ഇവിടെ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട എന്താ? എത്ര ടൈംസ് ദ വോളിയം ഓഫ് ടിഷ്യൂ. നമ്മൾ ഇവിടെ എടുക്കുന്ന ഡീകാൽസിഫയിങ് ഫ്ലൂയിഡ് എത്ര ടൈംസാ? 100 times the volume of the tissue. അതായത് നമ്മളിപ്പം ഒരു ടിഷ്യൂ എടുക്കുകയാണെങ്കിൽ അതിന്റെ 100 മടങ്ങ് നമ്മൾ എന്തെടുക്കണം? ഡീകാൽസിഫയിങ് സൊല്യൂഷൻസ് എന്തിലെടുക്കണം? ആസ് എ ഡീകാൽസിഫിക്കേഷൻ എടുക്കണം. പക്ഷെ നമ്മൾ അയൺ എക്സ്ചേഞ്ച് റെസിൻസ് ഒക്കെ വരികയാണെങ്കിൽ അതിൽ നമ്മൾ ഇത്രയും ബൾക്കായിട്ട് എമൗണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ ആസ് എ ഡീകാൽസിഫിക്കേഷനിൽ നമ്മൾ വോളിയം ഓഫ് ഡീകാൽസിഫയിങ് സൊല്യൂഷൻ എത്രയാ? 100 times the bulk of the tissue. Check the decalcium fluid for end point determination. End point finally ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമുക്ക് ഈ ഡീകാൽസിഫിക്കേഷൻ ചെയ്യുന്ന പ്രോസസ്സ് പോലെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ അതിന്റെ എൻഡ് പോയിന്റ്. ഇപ്പൊ നമുക്ക് ടു ലിറ്റിൽ അല്ലെങ്കിൽ ടു ഹാർഡ് അല്ലെങ്കിൽ ടു എക്സ്ട്രീം ആയിട്ട് നമുക്ക് ഡീകാൽസിഫിക്കേഷൻ, നമുക്ക് ആ ഒരു എക്സാക്ട് പ്രോപ്പർ ആയിട്ട് ഡീകാൽസിഫിക്കേഷൻ ചെയ്ത് കിട്ടണം. കാരണം കുറഞ്ഞു പോകാൻ പാടില്ല, കൂടിയും പോകാൻ പാടില്ല. അപ്പൊ നമ്മൾ അതിന്റെ എൻഡ് പോയിന്റ് കറക്റ്റ് ആയിട്ട് ഡിറ്റർമിൻ ചെയ്താൽ മാത്രമേ നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഡീകാൽസിഫിക്കേഷൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ കൂടി പോകും, അല്ലെങ്കിൽ കുറഞ്ഞു പോകും. അപ്പൊ എൻഡ് പോയിന്റ് ഡിറ്റർമിനേഷൻ നിങ്ങൾക്ക് ലാസ്റ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കാം. അപ്പൊ നമ്മുടെ ആസിഡ് ഡീകാൽസിഫിക്കേഷൻ ഒന്നുമില്ല. 100 times നമ്മൾ ഡീകാൽസിഫയിങ് സൊല്യൂഷൻ ഒരു ബിഗർ അല്ലെങ്കിൽ കണ്ടെയ്നറിൽ എടുക്കുക, ടിഷ്യൂ അതിൽ പ്ലേസ് ചെയ്യുക. നമ്മൾ ഡീകാൽസിഫിക്കേഷന്റെ എൻഡ് പോയിന്റ് ഡെയിലി ചെക്ക് ചെയ്തോണ്ടിരിക്കുക. രണ്ടാമത്തെ മെത്തേഡ് ഏതാ? അയൺ എക്സ്ചേഞ്ച് റെസിൻസ്. നമ്മുടെ റെസിൻസ് നമ്മൾ മെയിൻ ആയിട്ട് അയൺ എക്സ്ചേഞ്ച് റെസിൻസ് എന്തിനാ യൂസ് ചെയ്യുന്നത്? അയോൺസിനെയൊക്കെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി റെസിൻസ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ അയൺ എക്സ്ചേഞ്ച് റെസിൻസ് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു
ആക്ഷൻ എന്ന് പറയുന്നത് എന്താ? റെസിൻസ് റിമൂവ് ദ കാൽഷ്യം ഫ്രം ദ ഡീകാൽസിഫൈ ഫ്ലൂയിഡ് ദെർബൈ റെഡ്യൂസ് ടൈം ഫോർ ഡീകാൽസിഫിക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ഡീകാൽസിഫിക്കേഷൻ, ആസിഡ് ഡീകാൽസിഫിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഫംഗ്ഷൻ എന്താ? ഈ ആസിഡ് ചെന്ന് നമ്മുടെ ബോൺസിനകത്തുള്ള കാൽഷ്യമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് സോളുബിൾ സാൾട്ട് ആയിട്ട് മാറും. ആ സോളുബിൾ സാൾട്ട് നമ്മുടെ ഡീകാൽസ്യം ഫ്ലൂയിഡിലാണ് കിടക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ റെസിൻസ് യൂസ് ചെയ്യണമെങ്കിൽ റെസിൻസ് എന്താ ചെയ്യുന്നത്? ഈ റെസിൻസ് എന്ന് ഈ ഡീകാൽസിഫൈങ് ഫ്ലൂയിഡിലുള്ള കാൽഷ്യത്തിനെ റിമൂവ് ചെയ്ത് മാറ്റും. അപ്പൊ നമ്മുടെ ആ റേറ്റ് ഓഫ് ഡീകാൽസിഫിക്കേഷൻ കുറച്ചുകൂടെ ഒന്ന് സ്പീഡപ്പ് ആവും. കാരണം നമ്മുടെ ഡീകാൽസ്യം ഫ്ലൂയിഡിലെ കാൽഷ്യം, അതിനകത്തുള്ള കാൽഷ്യം സാൾട്ട് എല്ലാം ഈ റെസിൻസ് ഈ വലിച്ചെടുത്ത് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ ഡീകാൽസിഫിക്കേഷൻ പ്രോസസ്സ് റാപ്പിഡ് ആവും. അതാണ് ഇവിടെ നടക്കുന്നത്. അയൺ എക്സ്ചേഞ്ച് റെസിൻസ് ആർ യൂസ്ഡ് ഇൻ സിമ്പിൾ ഡീകാൽസിഫിങ് ഫ്ലൂയിഡ്. ഇനി അയൺ എക്സ്ചേഞ്ച് റെസിൻസ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന റെസിൻ ഏതാ? പോളിസ്റ്റിറീൻ റെസിൻ. ഇത് നമുക്ക് ചോദിക്കാൻ സാധ്യത ഉണ്ട്. നമ്മൾ അയൺ എക്സ്ചേഞ്ച് റെസിൻസിന് യൂസ് ചെയ്യുന്ന റെസിന്റെ പേരെന്താ? പോളിസ്റ്റിറീൻ റെസിൻ. അതായത് അമോണിയ ഫോമോ സൾഫോണേറ്റഡ് പോളിസ്റ്റിറീൻ റെസിൻ ആണ് നമ്മൾ അയൺ എക്സ്ചേഞ്ച് റെസിൻ ഫോർ ഡീകാൽസിഫിക്കേഷൻ യൂസ് ചെയ്യുന്നത്. പോളിസ്റ്റിറീൻ റെസിൻസ്, അമോണിയ ഫോമോ സൾഫോണേറ്റഡ് പോളിസ്റ്റിറീൻ റെസിൻ നിങ്ങൾ ജസ്റ്റ് പഠിച്ചു വെക്കുക. അതിനെ ഫുൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അമോണിയ ഫോമോ സൾഫോണേറ്റഡ് പോളിസ്റ്റിറീൻ റെസിൻസ് ആണ് നമ്മൾ അയൺ എക്സ്ചേഞ്ച് റെസിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കോമ്പിനേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതാ? ഓർഗാനിക് ആസിഡ്, അതായത് വീക്ക് ആസിഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഫോമിക് ആസിഡ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ അയൺ എക്സ്ചേഞ്ച് റെസിൻസിൽ യൂസ് ചെയ്യുന്നത്. ഇനി റെസിൻസ് റിമൂവ് ദ കാൽഷ്യം ഫ്രം ദ ഡീകാൽസിഫൈ ഫ്ലൂയിഡ് ദെർബൈ റെഡ്യൂസ് ദ ടൈം ഫോർ ഡീകാൽസിഫിക്കേഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇവിടെ നമുക്ക് വേണ്ട ഡീകാൽസിഫൈ ഫ്ലൂയിഡിന്റെ ടൈം എമൗണ്ട് എത്രയാ? 20 to 30 times the bulk of the specimen. നമ്മൾ നോർമൽ ആസിഡ് ഡീകാൽസിഫൈ ചെയ്യുമ്പോൾ എത്രയാ? 100 times the bulk of the specimen. പക്ഷെ നമ്മൾ അയൺ എക്സ്ചേഞ്ച് റെസിൻസ് യൂസ് ചെയ്തിട്ടാണ് ഡീകാൽസിഫിക്കേഷൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എത്ര മതി? 20 മുതൽ 30 മടങ്ങ് മതി നമുക്ക് സൊല്യൂഷൻസ്. റെസിൻസ് ആർ ലെയർഡ് ഓൺ. ഇനി എങ്ങനെയാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഏത് സൊല്യൂഷൻ, അതായത് മെയിൻ ആയിട്ട് നമ്മൾ അയൺ എക്സ്ചേഞ്ച് റെസിൻസിൽ ഏത് ഡീകാൽസിഫൈ ഫ്ലൂയിഡാ യൂസ് ചെയ്യുന്നത്? ആസിഡ്, അതായത് വീക്ക് ആയിട്ടുള്ള ഓർഗാനിക് ആസിഡ്. മെയിൻ ആയിട്ട് നമ്മൾ ഫോമിക് ആസിഡ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ 20 to 30 ടൈംസ് ഫോമിക് ആസിഡ് എടുക്കുക. എന്നിട്ട് ആ കണ്ടെയ്നറിന്റെ ബോട്ടത്തിൽ നമ്മൾ എന്ത് പ്ലേസ് ചെയ്യുക? ഈ പോളിസ്റ്റിറീൻ റെസിൻസ് പ്ലേസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിന്റെ എൻഡ് പോയിന്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാ? എക്സ്റേ വെച്ച് മാത്രം നമുക്ക് എൻഡ് പോയിന്റ് ഡിറ്റർമിൻ. എൻഡ് പോയിന്റ് കുറച്ച് മെത്തേഡ് ഉണ്ട്. കെമിക്കൽ മെത്തേഡ്, ഫിസിക്കൽ മെത്തേഡ്, എക്സ്റേ ഒക്കെ ഉണ്ട്. അതിൽ നമുക്ക് ഈ അയൺ എക്സ്ചേഞ്ച് റെസിൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻഡ് പോയിന്റ് എങ്ങനെ മാത്രം ഡിറ്റർമിൻ ചെയ്യാൻ പറ്റൂ? എക്സ്റേ വെച്ച് മാത്രമേ നമുക്ക് എൻഡ് പോയിന്റ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഈ യൂസ് എല്ലാം കഴിഞ്ഞ് ഡീകാൽസിഫിക്കേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഈ റെസിൻസ് നമുക്ക് റീയൂസ് ചെയ്യാം. അതായത് ഈ റെസിൻസ് നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ വാഷ് ചെയ്തിട്ട് എഗെയിൻ നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടറിൽ വാഷ് ചെയ്ത് നമുക്ക് ഈ റെസിൻസ് റീയൂസ് ചെയ്യാം. അതാണ് അയൺ എക്സ്ചേഞ്ച് റെസിൻസ്. ഇതിൽ നമ്മൾ നോക്കേണ്ടത് റെസിന്റെ പേരെന്താ? പോളിസ്റ്റിറീൻ റെസിൻസ്, അതായത് അമോണിയ ഫോമോ സൾഫോണേറ്റഡ് പോളിസ്റ്റിറീൻ റെസിൻസ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഡീകാൽസിഫൈങ് ഫ്ലൂയിഡിന്റെ എമൗണ്ട് എത്രയാ? 20 to 30 ടൈംസ് ദ ബൾക്ക് ഓഫ് ദ സ്പെസിമെൻസ്. ഓക്കെ. ഇനി റെസിൻസിന്റെ നമ്മൾ എൻഡ് പോയിന്റ് ഡിറ്റർമിൻ ചെയ്യുന്ന ഏത് മെത്തേഡ് വഴിയാ? എക്സ്റേ വഴി മാത്രമേ നമുക്ക് അയൺ എക്സ്ചേഞ്ച് റെസിൻസിന്റെ എൻഡ് പോയിന്റ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുള്ളൂ. കെമിക്കൽ ടെസ്റ്റ് വെച്ച് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. എഗെയിൻ നമുക്ക് റെസിൻസ് റീയൂസ് ചെയ്യാം. റെസിൻസ് വാഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഹൈഡ്രോക്ലോറിക് ആസിഡ് യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് നമുക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ വെച്ച് വാഷ് ചെയ്യാം. ഇത് ഇത്രയാണ് അയൺ എക്സ്ചേഞ്ച് റെസിൻസ്. ഇനി അടുത്തത് എന്താ? ചീലിയേറ്റിംഗ് ഏജന്റ്സ്. ചീലിയേറ്റിംഗ് ഏജന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പം ആന്റികോയാഗുലൻസ് നമ്മൾ ഇവിടെ യൂസ് ചെയ്ത ചീലിയേറ്റിംഗ് ചെയ്യുന്ന ഒരു ആന്റികോയാഗുലന്റ് തന്നെയാണ് EDT. അപ്പൊ നമ്മളിപ്പം ആന്റികോയാഗുലന്റ് പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിക്കാറുണ്ടല്ലോ. ആന്റികോയാഗുലന്റ് നമ്മൾ എങ്ങനെയാ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നത്? എങ്ങനെയാ നമ്മൾ ആന്റികോന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നേ? ഒരാളൊന്ന് പറഞ്ഞേ, അറിയാവുന്നേ. ആർക്കും അറിയില്ല? നാച്ചുറൽ ആന്റികോയാഗുലന്റ്, ആർട്ടിഫിഷ്യൽ ആന്റികോയാഗുലന്റ്, calcium gelatase, non-calcium gelatase. ഓക്കെ, നമുക്ക് അങ്ങനെയും പഠിക്കാം. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് അതിന്റെ മോഡ് ഓഫ് ആക്ഷൻ വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ചീലിയേറ്റിംഗ് ഏജന്റ്സും നാച്ചുറൽ കാൽഷ്യം സോൾട്ട് തന്നെയാണ്. അതായത് ചീലിയേറ്റിംഗ് ഏജന്റ്സും ഉണ്ട്, നമ്മൾ നാച്ചുറൽ ആന്റികോയാഗുലൻസും ഉണ്ട്. നാച്ചുറൽ ആന്റികോയാഗുലൻസിൽ ഏതാ വരുന്നേ? ഹെപ്പാരിൻ. ഓക്കെ, ഹെപ്പാരിൻ നാച്ചുറൽ ആവാൻ കാരണം അത് ആന്റി ത്രോംബിൻ ആക്ഷൻ നമ്മുടെ ബോഡിയിൽ അത് ഓൾറെഡി നടക്കുന്നത് തന്നെയാണ്. അപ്പൊ ഹെപ്പാരിൻ ഒരു എക്സ്ട്രാ ജീനസ് ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ആക്ഷൻ ആന്റി ത്രോംബിൻ ആണ്. പിന്നെ ചീലിയേറ്റിംഗ് ഏജന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ചീലിയേറ്റിംഗ് ഏജന്റ്സ് മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് ഒരു ഓർഗാനിക് സബ്സ്റ്റൻസ് ആണ്.
വിച്ച് ഹാവ് എബിലിറ്റി ടു ബൈൻഡ് മെറ്റൽസ്. മെറ്റൽ അയോൺസുമായിട്ട് ബൈൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള എല്ലാ കമ്പോണൻസിനെയും നമ്മൾ എന്തെന്നാ പറയുന്നത്? ചീലേറ്റിംഗ് ഏജൻസ് എന്നാണ് പറയുന്നത്. അതായത് ഓർഗാനിക് സബ്സ്റ്റൻസ്. നമ്മൾ ആന്റികോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള EDT, സിട്രേറ്റ്, ഓക്സിഡേറ്റ് അതിന്റെയൊക്കെ ഫംഗ്ഷൻ എന്താ? നമ്മുടെ ഈ ആന്റികോൾ നമുക്ക് കൊയാഗുലേഷൻ നടക്കാൻ വേണ്ടി മെയിൻ ആയിട്ടുള്ള ഒരു മിനറൽ ആണ് എന്ത്? ഈ കാൽഷ്യം. ഈ കാൽഷ്യം ആയിട്ട് ബൈൻഡ് ചെയ്തിട്ട് അതിനെ റിമൂവ് ചെയ്ത് സോളുബിൾ സോൾട്ട് ആക്കുക എന്നതാണ് ആന്റികോളിന്റെ ഫംഗ്ഷൻ. അപ്പൊ നമുക്ക് അവിടെ എന്ത് നടക്കില്ല? ക്ലോട്ടിങ് ഉണ്ടാവില്ല. നമുക്ക് ആ ഇത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് EDT എന്താ? നമ്മൾ ഒരു ചീലേറ്റിംഗ് ഏജന്റ് ആണ്. അതൊരു കാൽഷ്യം ചീലേറ്റേഴ്സ് ആണ്. അപ്പൊ എഥിലിൻ ഡയമീൻ ടെട്രാ അസിറ്റിക് ആസിഡ് ആണ് നമ്മൾ ഡീകാൽസിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ചീലേറ്റിംഗ് ഏജൻസ്. So most commonly used chelating agent in routine laboratory decalcification. അപ്പോൾ chelating അങ്ങനെ ഒന്നുമില്ല. It bind with the calcium and form non-ionized soluble complex. അതായത് നമ്മുടെ കൊയാഗുലേഷനിൽ പഠിക്കുന്ന തന്നെ ആന്റികോയാഗുലന്റിന്റെ സെയിം ഫംഗ്ഷൻ തന്നെയാണ് ഇവിടെ പറയുന്നത്. EDT ഒരു ചിലേറ്റിംഗ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ ബ്ലഡ് അല്ല നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഡീകാൽസിഫൈങ് ഫ്ലൂയിഡിലുള്ള കാൽഷ്യത്തിലാണ് റിമൂവ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ EDT മാത്രമായിട്ടല്ല യൂസ് ചെയ്യുന്നത്. EDT, ഫോർമാലിൻ, ഡിസ്ലോട്ട് ഇത്രയും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചീലേറ്റിംഗ് ഏജന്റ് ആയിട്ട് നമ്മുടെ ഡീകാൽസിഫിക്കേഷൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ EDT ഒരു pH ഡിപ്പെൻഡ്. നമ്മൾ ഒരു പ്രോപ്പർ ആയിട്ട് ബെറ്റർ ആയിട്ട് ഇത് വർക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ pH എത്രയായിരിക്കണം? 7 to 7.6 റേഞ്ചിലായിരിക്കും നമ്മൾ EDTയുടെ pH മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുകയാണ്. അപ്പൊ ചീലേറ്റിംഗ് ഏജന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൽഷ്യം ആയിട്ട് ബൈൻഡ് ചെയ്യുന്ന കാൽഷ്യം അല്ല ഏത് മെറ്റലും ആയിട്ട് ബൈൻഡ് ചെയ്യുന്ന ഓർഗാനിക് സബ്സ്റ്റൻസ് നമ്മൾ ചീലേറ്റിംഗ് ഏജൻസ് എന്ന് പറയും. കാൽഷ്യം ചീലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കാൽഷ്യം ആയിട്ട് ബൈൻഡ് ചെയ്തിട്ട് അതൊരു നോൺ അയണൈസ്ഡ് സോളുബിൾ കോംപ്ലക്സ് ആയിട്ട് റിമൂവ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് EDT ആണ്. എഥിലിൻ ഡയമീൻ ടെട്രാ അസിറ്റിക് ആസിഡ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ കോമ്പോസിഷൻ എന്തൊക്കെയാ? EDT ഉണ്ട്, ഫോർമാലിൻ ഉണ്ട്, ഡിസ്ലോട്ട്. pH റേഞ്ച് എത്രയാ? 7 to 7.6 ആണ് pH റേഞ്ച്. ഇനി ചീലേറ്റിംഗ് ഏജന്റ് അഡ്വാൻറ്റേജ് എന്തൊക്കെയാ? ഇറ്റ് ഗിവ് ബെസ്റ്റ് മോർഫോളജിക്കൽ പ്രിസർവേഷൻ ഓഫ് ടിഷ്യൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ ആസിഡ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ അത്രയും ആ ഒരു ടിഷ്യൂവിനായിട്ടുള്ള ഒരു ഹാർഡ്നെസ്സും ആ ഒരു ഹാർഷ് എഫക്റ്റ് ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മോർഫോളജി ഒക്കെ ബെറ്റർ ആയിട്ട് പ്രിസർവ് ചെയ്ത് വെക്കും. പിന്നെ പറയുന്നത് എന്താ? നമ്മുടെ ബോൺ മാരോ ട്രിഫൈൻ ബയോപ്സിയില് ഗ്ലൈക്കോജനെയൊക്കെ ഇത് നല്ല വെല്ലായിട്ട് പ്രിസർവ് ചെയ്ത് വെക്കും. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. നമ്മുടെ മോർഫോളജി വെൽ പ്രിസർവ് ചെയ്യും. ബോൺ മാരോ ട്രിഫൈൻ ബയോപ്സിയിലെ ഗ്ലൈക്കോജനെയൊക്കെ ബെറ്റർ ആയിട്ട് പ്രിസർവ് ചെയ്യും. ഡിസഡ്വാൻറ്റേജ് പറയണത് എന്താ? ഇത് സ്ലോ പ്രോസസ് ആണ്. വളരെ പതുക്കെ മാത്രമേ നമ്മുടെ ഡീകാൽസിഫിക്കേഷൻ നടക്കുള്ളൂ. പിന്നെ നമ്മുടെ സെക്ഷൻസ് ഒക്കെ എങ്ങനെയായിരിക്കണം? 3 to 4 millimeter താഴെ ആയിട്ടുള്ള ബോൺ സ്ലൈസസിൽ മാത്രമേ അത് പതുക്കെ ആണെങ്കിലും അത്രയും തിന്നായിട്ട് വെച്ചാൽ മാത്രമേ ആ ചീലേറ്റിംഗ് ഏജൻസ് അതിന്റെ ഉള്ളിലോട്ട് കയറിയിട്ട് പ്രോസസ്സിങ് നടക്കുള്ളൂ. അതാണ് അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജ്. ഇനി അടുത്തത് എന്താ? ഇലക്ട്രോഫോററ്റിക് ടെക്നിക്ക്. എന്താ ഇലക്ട്രോഫോർസസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോഫോർസസ് എന്താ? ബയോകെമിസ്ട്രി നമ്മൾ പഠിക്കുന്നതാ. എന്തിനാ നമ്മൾ ഇലക്ട്രോഫോർസസ് യൂസ് ചെയ്യുന്നേ? ചാർജ്ഡ് പാർട്ടിക്കിൾ സെപ്പറേറ്റ് ചെയ്യാൻ. സെപ്പറേഷൻ ഓഫ് പാർട്ടിക്കിൾസ്. സെപ്പറേഷൻ ഓഫ് എന്ത് പാർട്ടിക്കിൾസാ? അത് എടുത്തു പറയണം. ചാർജ്ഡ് പാർട്ടിക്കിൾ. നമ്മുടെ സെപ്പറേഷൻ ഓഫ് ചാർജ് ഉള്ള പാർട്ടിക്കിൾസിനെ മാത്രമേ നമുക്ക് ഇലക്ട്രോഫോർസസിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇലക്ട്രോഫോർസസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ സെപ്പറേഷൻ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ അണ്ടർ ആൻ ഇലക്ട്രിക് ഫീൽഡ് ത്രൂ ആൻ ഇലക്ട്രോലൈറ്റിക് മീഡിയം. ഇവിടെ 3 സാധനങ്ങൾ ഞാൻ പറഞ്ഞു. ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. എന്തിന്റെ ബേസിലാ? ഇലക്ട്രോലൈറ്റിക് മീഡിയത്തില് ഇലക്ട്രിക് കറണ്ടിന്റെ ബേസിലാണ് നമ്മൾ ഇലക്ട്രോഫോർസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു കറണ്ട് വേണം, ഒരു ഇലക്ട്രോലൈറ്റ് വേണം, പിന്നെ എന്ത് വേണം? ഒരു ഇലക്ട്രോഡ്സ് വേണം. കറണ്ട് പാസ് ചെയ്യാൻ വേണ്ടി ഇലക്ട്രോഡ്സ് വേണം. ഇവിടെ നമ്മൾ എന്തിനാ ഇലക്ട്രോഫോർസ് ചെയ്യുന്നത്? നമ്മൾ മെയിൻ ആയിട്ട് എന്തിനെ റിമൂവ് ചെയ്യുന്നത്? കാൽഷ്യത്തിനെയാണ് റിമൂവ് ചെയ്യുന്നത്. കാൽഷ്യത്തിന് ചാർജ് ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് എന്താ? ഇലക്ട്രോഫോർസിൽ ഈസ് ബേസ്ഡ് ഓൺ ദ അട്രാക്ഷൻസ് ഓഫ് കാൽഷ്യം അയോൺ ഇൻ ദ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ബൈ ദ യൂസ് ഓഫ് ആൻ ഇലക്ട്രിക് കറണ്ട്. ഇവിടെ നമ്മുടെ എയിം എന്താ? ഇലക്ട്രോഫോറ ടെക്നിക്കില് കാൽഷ്യത്തിനെ റിമൂവ് ചെയ്യുന്നത്. അപ്പൊ കാൽഷ്യത്തിന്റെ അട്രാക്ഷൻ ആണ് നമ്മൾ ഇവിടെ ഇലക്ട്രോഫോററ്റിക് ടെക്നിക്കിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ഒരു ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ യൂസ് ചെയ്യുന്നുണ്ട്. കോമ്പോസിഷൻ ഇലക്ട്രോലൈറ്റ് എന്താ? ഈക്വൽ പാർട്ട് ഓഫ് 8% ഹൈഡ്രോക്ലോറിക് ആസിഡും 10% ഫോമിക് ആസിഡും ആണ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്?
ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രോഫോററ്റിക് ടെക്നിക് ഓഫ് ഡീകാൽസിഫിക്കേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് ഏതാ? ഈക്വൽ പാർട്ട് ഓഫ് 8% ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് 10% ഫോമിക് ആസിഡ്. ഇതാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്ന എന്താ? ബ്രാസ് പ്ലേറ്റ് ആണ് നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്നത്. പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്ന ഏതാ? പ്ലാറ്റിനം. പോസിറ്റീവ് പി, അങ്ങനെ ആലോചിച്ചാൽ മതി. നെഗറ്റീവ് ഇലക്ട്രോഡ് ഏതാ? ബ്രാസ് പ്ലേറ്റ്. പോസിറ്റീവ് ഇലക്ട്രോഡ് പ്ലാറ്റിനം വയർ. അപ്പൊ നമ്മുടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതാ? ഈക്വൽ പാർട്ട് ഓഫ് 8% ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് 10% ഫോമിക് ആസിഡ്. ഇത് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. നെഗറ്റീവ് ഇലക്ട്രോഡ് ഏതാ? ബ്രാസ് പ്ലേറ്റ്. പോസിറ്റീവ് ഇലക്ട്രോഡ് പ്ലാറ്റിനം വയർ. ഇനി നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? നമ്മളിവിടെ പോസിറ്റീവ് ഇലക്ട്രോഡ്, നമുക്കിപ്പോ ഒരു ബോൺ അല്ലെങ്കിൽ ഒരു ടൂത്ത് ആണ്, അല്ലെങ്കിൽ ഒരു ഹാർഡ് ആയിട്ടുള്ള കാൽസിഫിക്കേഷൻ ഉള്ള ടിഷ്യൂ ആണ് നമുക്ക് ഡീകാൽസിഫിക്കേഷൻ ചെയ്യേണ്ടത്. ആ ടിഷ്യൂവിനെ നമ്മൾ എന്ത് ചെയ്യും? ഈ പോസിറ്റീവ് ഇലക്ട്രോഡ് വെച്ച് വ്രാപ്പ് ചെയ്യും. അതായത് അതിൽ ചുറ്റി വെച്ച് നമുക്ക് ഏത് ടിഷ്യൂ ആണോ ഡീകാൽസിഫിക്കേഷൻ ചെയ്യേണ്ടത് ആ ടിഷ്യൂ വെച്ച് നമ്മൾ ചുറ്റി വെച്ചതിന് ശേഷം ഒരു ജാർ അല്ലെങ്കിൽ ഇലക്ട്രോഫോററ്റിക് ഡിഷിൽ നമ്മൾ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ വയ്ക്കും. എന്നിട്ട് ആ ഇലക്ട്രോഡ്സ് അതിൽ പ്ലേസ് ചെയ്യും. ഇനി നമുക്ക് ഡീകാൽസിഫിക്കേഷന്റെ സ്പീഡ് കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ രണ്ട് പോസിറ്റീവ് ഇലക്ട്രോഡ്സും നെഗറ്റീവ് ഇലക്ട്രോഡ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറച്ച് വെക്കും. ഇലക്ട്രോഡ്സ് ആർ ക്ലോസർ. അതായത് നമുക്ക് സ്പീഡ് കൂട്ടണമെങ്കിൽ ഈ രണ്ട് ഇലക്ട്രോഡ്സും കുറച്ച് അടുത്ത് വെക്കും. നമുക്ക് അതിന്റെ സ്പീഡ് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യും? കുറച്ച് ഫോർ അപ്പാർട്ട് വെക്കും. അതായത് നമുക്ക് കുറച്ച് ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് റേറ്റ് ഓഫ് ഡീകാൽസിഫിക്കേഷൻ കുറച്ചുകൂടെ സ്പീഡായിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോഡ്സ് അടുത്ത് വെക്കും. നമുക്ക് സ്പീഡ് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യും? നമ്മളത് ഫാർ അപ്പാർട്ട് ദൂരെയായിട്ട് വെക്കും. ഇനി നമ്മുടെ ഡീകാൽസിഫിക്കേഷൻ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? എവറി 2 to 3 hours നമ്മൾ എക്സ്റേ വെച്ചാണ് നമ്മൾ ഇലക്ട്രോഫോററ്റിക് ടെക്നിക്കിന്റെ എൻഡ് പോയിന്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പൊ ഡീകാൽസിഫിക്കേഷൻ ഷുഡ് ബി ചെക്ക്ഡ് ബൈ എക്സ്റേ ഇൻ എവറി 2 to 3 hours. ഇലക്ട്രോഫോററ്റിക് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും പഠിച്ചതിൽ മോസ്റ്റ് ഫാസ്റ്റ് ആൻഡ് റീസണബിൾ ആയിട്ടുള്ള ഡീകാൽസിഫിക്കേഷൻ നടക്കുന്നതാണ്. അപ്പൊ ടൈം റിക്വയർഡ് ഫോർ ഡീകാൽസിഫിക്കേഷൻ എത്രയാ? 6 to 8 hours for 5 millimeter ഹ്യൂമൻ റിബ്സ്. അപ്പൊ ഒരു 6 മുതൽ 8 മണിക്കൂറിനുള്ളിൽ നമ്മളുടെ ഡീകാൽസിഫിക്കേഷൻ കംപ്ലീറ്റ് ആവും. അതുകൊണ്ടാണ് എവറി 2 to 3 hours നമുക്ക് എക്സ്റേ വെച്ച് ഡീകാൽസിഫിക്കേഷൻ ചെക്ക്, അതായത് എൻഡ് പോയിന്റ് ഡിറ്റർമിൻ ചെയ്തുകൊണ്ടിരിക്കണം. ഇത് റാപ്പിഡ് ഡീകാൽസിഫിക്കേഷൻ ആണ്. അപ്പൊ ഇലക്ട്രോഫോർസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ സെപ്പറേഷൻ ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ അണ്ടർ ആൻ ഇലക്ട്രിക് ഫീൽഡ് ത്രൂ ആൻ ഇലക്ട്രോലൈറ്റിക് മീഡിയം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇലക്ട്രോലൈറ്റ് വേണം. നമ്മൾ ഇവിടെ കാൽഷ്യം എന്നൊരു ചാർജ്ഡ് പാർട്ടിക്കിൾസിനാണ് നമ്മൾ സെപ്പറേറ്റ് അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് ഏതാ? ഈക്വൽ പാർട്ട് ഓഫ് 8% ഹൈഡ്രോക്ലോറിക് ആസിഡ് 10% ഫോമിക് ആസിഡ്. നെഗറ്റീവ് ഇലക്ട്രോഡ് ഏതാ? ബ്രാസ്. പോസിറ്റീവ് പി, പ്ലാറ്റിനം വയർ. നമ്മൾ ഏത് ടിഷ്യൂ ആണോ ഡീകാൽസിഫൈ ചെയ്യേണ്ടത് അത് നമ്മൾ പോസിറ്റീവ് ഇലക്ട്രോഡ് വ്രാപ്പ് ചെയ്തിട്ട് ഇലക്ട്രോലൈറ്റിലോട്ട് നമ്മൾ വയ്ക്കുകയാണ് ചെയ്യുന്നത്. എക്സ്റേ വെച്ചാണ് എൻഡ് പോയിന്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ടൈം എത്രയാ? 6 to 8 hours ആണ്. റാപ്പിഡ് ഡീകാൽസിഫിക്കേഷൻ ആണ്. അടുത്തത് എന്താ? ഇനി മൈക്രോവേവ് ഡീകാൽസിഫിക്കേഷൻ ഉണ്ട്. മൈക്രോവേവ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ മൈക്രോവേവ് ഓവന്റെ അകത്ത് വെച്ചിട്ട് നമ്മൾ ഡീകാൽസിഫൈ ചെയ്യും. അപ്പൊ നമ്മൾ ടെമ്പറേച്ചർ മൈക്രോവേവ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ സ്പീഡ് ഓഫ് ഡീകാൽസിഫിക്കേഷൻ ഇൻക്രീസ് ചെയ്യാൻ നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് വെച്ച് നമ്മൾ ഡീപ്പായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. അടുത്ത എന്താ? സർഫസ് ഡീകാൽസിഫിക്കേഷൻ. ഇത് നമ്മൾ ഇത്രയും പഠിച്ച മെത്തേഡിന് ഡിഫറെന്റ് ആണ്. നമ്മൾ പറഞ്ഞ ആസിഡ് ഡീകാൽസിഫിക്കേഷനും അയൺ എക്സ്ചേഞ്ച് റെസിൻസും ചീലേറ്റിംഗ് ഏജൻസും ഇലക്ട്രോഫോററ്റിക്കും മൈക്രോവേവും എല്ലാം നമ്മൾ ചെയ്യുന്നത് എപ്പോഴാ? ആഫ്റ്റർ ദ ഫിക്സ്. അതായത് നമ്മൾ സെക്കൻഡറി ഇഫ് നെസസറി ആണെങ്കിൽ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഡീകാൽസിഫിക്കേഷൻ ചെയ്യുന്നത്. നമ്മൾ സർഫസ് ഡീകാൽസിഫിക്കേഷൻ ചെയ്യുന്ന എന്തിനാ? എപ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ഫൈനൽ സ്റ്റെപ്പിൽ നമ്മൾ പാരഫിൻ ബ്ലോക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കട്ട് ചെയ്യുന്ന ടൈമില് നമ്മുടെ ഈ ബ്ലോക്സിൽ എന്തെങ്കിലും ഈ സോഫ്റ്റ്, നമുക്കറിയാം നമ്മളിപ്പോ സോഫ്റ്റ് ടിഷ്യൂ ആണെന്ന് നമ്മൾ ഡീകാൽസിഫൈ ഇപ്പൊ യൂട്രസ് അല്ലെങ്കിൽ ബ്രസ്റ്റ് ടിഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തൈറോയ്ഡ് അങ്ങനെയുള്ള സോഫ്റ്റ് ടിഷ്യൂ ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ അത് ഡീകാൽസിഫിക്കും. ചില കാണാൻ നെസസറി ഇല്ല, നമ്മളത് ടിഷ്യൂ പ്രോസസ് ചെയ്ത് എംബഡ് ചെയ്ത് പോകും. ഫൈനലി നമ്മൾ കട്ട് ചെയ്യുന്ന ടൈമിൽ ആ സോഫ്റ്റ് ടിഷ്യൂല് എന്തെങ്കിലും സ്മോൾ ഫോക്കസ് ഓഫ് കാൽസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. ആ ടൈമിൽ ആ സ്മോൾ ഫോക്കസ് ഓഫ് കാൽസിഫിക്കേഷന്
റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എന്ത്? സർഫസ് ഡീകാൽസിഫിക്കേഷൻ. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞതില് സർഫസ് ഡീകാൽസിഫിക്കേഷൻ എപ്പോഴാണ് ചെയ്യുന്നത്? നമുക്ക് എന്തെങ്കിലും നമ്മൾ കട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ പാരഫിൻ ബ്ലോക്സില് സോഫ്റ്റ് ടിഷ്യൂവിൽ നമുക്ക് ഫോക്കസ് ആയിട്ട് എന്തെങ്കിലും കാൽസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സർഫസ് ഡീകാൽസിഫിക്കേഷൻ ചെയ്യുന്നത്. അപ്പൊ റിമൂവൽ ഓഫ് സ്മോൾ ഫോക്കി ഓഫ് കാൽസിഫിക്കേഷൻസ് ഓൺ ദ സർഫസ് ഓഫ് പാരഫിൻ ബ്ലോക്സ്. Surface decalcification required when unsuspected calcium or mineral deposit seen in tissue in small area during the paraffin section. നമ്മൾ സെക്ഷൻ ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും സ്മോൾ ഏരിയയിൽ കാൽഷ്യത്തിന്റെ ഫോക്കെ മിനറൽ ഡെപ്പോസിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സർഫസ് ഡീകാൽസിഫിക്കേഷൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? നമ്മൾ ഇപ്പം ഒരു ബ്ലോക്കിൽ നമ്മൾ അതിന്റെ കാൽസിഫിക്കേഷന്റെ ഫോക്കെ കണ്ടുപിടിച്ച് എവിടെയാണ് നമുക്ക് മനസ്സിലായി. ജസ്റ്റ് ആ ഒരു സർഫസ് ഒന്ന് ട്രിം, നമ്മുടെ സ്കാൽപ്പിൽ ബ്ലേഡ് കൊണ്ടോ നൈഫ് വെച്ചോ നമ്മളൊന്ന് ആ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് എക്സ്പോസ് ചെയ്യുക. എക്സ്പോസ് ചെയ്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാ? നമ്മൾ ആ സർഫസ് ഡൗൺ, അതായത് ഫേസ് ഡൗൺ ആയിട്ട് ഒരു സൊല്യൂഷനിലോട്ട് ഒരു 15 മുതൽ 60 മിനിറ്റ് വരെ മുക്കി വെക്കുക. അതായത് ആ നമ്മൾ ട്രിം ചെയ്തത് ഫേസ് അപ്പ് ഡൗൺ, അതായത് ഡൗൺ ആയിട്ട് നമ്മൾ ആ സൊല്യൂഷനിൽ ടച്ച് ചെയ്തിരിക്കണം. നമ്മൾ യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ ഏതാ? 5% 1 to 5% ഹൈഡ്രോക്ലോറിക് ആസിഡും 10% ഫോമിക് ആസിഡും ചേർന്ന ഒരു സൊല്യൂഷനാണ് നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ സർഫസ് ഡീകാൽസിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന റിയേജന്റ് ഏതാ? 1 to 5% ഹൈഡ്രോക്ലോറിക് ആസിഡും 10% ഫോമിക് ആസിഡ് സൊല്യൂഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 450 to 60 ഉണ്ട്. അപ്പൊ നമ്മൾ ആ ബ്ലോക്ക് ട്രിം ചെയ്തതിന് ശേഷം നമ്മൾ ഈ സൊല്യൂഷനിലോട്ട് ഒരു 15 മുതൽ 60 മിനിറ്റ് ആ ട്രിം ചെയ്ത ആ സർഫസ് ടച്ച് ചെയ്യുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് അത് ബ്ലോക്ക് വാഷ് ഔട്ട് ചെയ്തിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഈ സർഫസ് ഡീകാൽസിഫിക്കേഷൻ കൊണ്ടുള്ള ഗുണം എന്താ? നമുക്ക് ഇപ്പൊ കാൽസിഫിക്കേഷൻസ് നമ്മുടെ ബോണിൽ അല്ലെങ്കിൽ ടിഷ്യൂവിൽ കണ്ടെങ്കിൽ നമുക്ക് അത് അഗെയിൻ അത് ഡീബ്ലോക്ക് ചെയ്തിട്ട് ഫർദർ ടിഷ്യൂ ഡീകാൽസിഫിക്കേഷൻ ചെയ്ത് പിന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരേണ്ട ആവശ്യമില്ല. ആ ടൈമിൽ തന്നെ നമുക്ക് സ്മോൾ ഫോക്കയൊക്കെ ഇങ്ങനെ തന്നെ നമുക്ക് ഡീബ്ലോക്കിംഗ് ഇല്ലാതെ തന്നെ നമുക്ക് അത് റിമൂവ് ചെയ്യാൻ പറ്റും. അതാണ് സർഫസ് ഡീകാൽസിഫിക്കേഷന്റെ യൂസ് എന്ന് പറയുന്നത്. ഇത് ഇത്രയാണ് നമ്മുടെ മെത്തേഡ്സ് ഓഫ് ഡീകാൽസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഏതൊക്കെ മെത്തേഡ്സ്? അപ്പൊ ഫസ്റ്റ് നമ്മൾ ആസിഡ് ഡീകാൽസിഫിക്കേഷൻ പറഞ്ഞു, രണ്ടാമത് അയൺ എക്സ്ചേഞ്ച് റെസിൻസ് പറഞ്ഞു, മൂന്നാമത് ചീലേറ്റിംഗ് ഏജൻസ് പറഞ്ഞു, നാലാമത് ഇലക്ട്രോഫോറേറ്റ് ടെക്നിക്ക് പറഞ്ഞു, ഫൈനലി സർഫസ് ഡീകാൽസിഫിക്കേഷൻ പറഞ്ഞു. ഇനി അടുത്തത് എൻഡ് പോയിന്റ് ഡിറ്റർമിനേഷൻ ഓഫ് ഡീകാൽസിഫിക്കേഷൻ. നമ്മൾ ഇത്രയും ചെയ്തത് ഡീകാൽസിഫിക്കേഷൻ മെത്തേഡ് ആണ്. അപ്പൊ നമ്മൾ ഡീകാൽസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആ ഡീകാൽസിഫൈങ് ഫ്ലൂയിഡില് ആ ബോൺസിൽ അല്ലെങ്കിൽ ആ ടിഷ്യൂവിലുള്ള കാൽഷ്യം ആ ഫ്ലൂയിഡിലാണ് ഉള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണേന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഈ എൻഡ് പോയിന്റ് ഡിറ്റർമിൻ ചെയ്യുന്ന എന്തിനാ ചെയ്യുന്നത്? നമ്മൾ ആ ഫ്ലൂയിഡ് എടുത്തിട്ട് നമുക്ക് അതിൽ കാൽഷ്യം ഉണ്ടോ ഇല്ലേന്നാണ് മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മെത്തേഡ് നോക്കുകയാണെങ്കിൽ എന്താ പറയുന്ന? എൻഡ് പോയിന്റ് ഓഫ് ഡീകാൽസിഫിക്കേഷൻ ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ റേഡിയോഗ്രാഫിക് എക്സാമിനേഷൻ, കെമിക്കൽ ടെസ്റ്റ് ആൻഡ് ഫിസിക്കൽ ടെസ്റ്റ്. ഇനി ഒരു ടെസ്റ്റ് ഉണ്ട്, ബബിൾ ടെസ്റ്റ്, ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. റേഡിയോഗ്രാഫിക്, കെമിക്കല്, ഫിസിക്കല്. അപ്പൊ ഫസ്റ്റ് എന്താ? റേഡിയോഗ്രാഫിക് എക്സാമിനേഷൻ. റേഡിയോഗ്രാഫിക് എക്സാമിനേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഏത് മെത്തേഡാ? എക്സ്റേ ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ? എക്സ്റേ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം എക്സ്റേയിൽ നമ്മൾ പറയുന്നത് എക്സ്റേ എക്സാമിനേഷൻ ഓഫ് ദ ടിഷ്യൂ ഇസ് ദ മോസ്റ്റ് ആക്യുറേറ്റ് ടെക്നിക്ക് ടു ഡിറ്റക്ട് ദ എൻഡ് പോയിന്റ് ഓഫ് ഡീകാൽസിഫിക്കേഷൻ. നമ്മൾ എക്സ്റേ എടുക്കുമ്പോഴത്തേക്ക് എന്താ? നമ്മുടെ ഇപ്പൊ ഒരു ബോൺ ആണ് നമ്മൾ ഡീകാൽസിഫിക്കേഷൻ ചെയ്യുന്നതെങ്കിൽ ഇപ്പം നമ്മളൊരു 1 to 2 days ആണ് പറയുന്നതെങ്കിൽ നമ്മൾ ഒരു 24 hours കഴിഞ്ഞതിന് ശേഷം ആ ബോൺസ് എടുക്കുന്നു, അതിന്റെ എക്സ്റേ എടുത്ത് നോക്കുന്നു. എക്സ്റേ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാൽസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും, ഇല്ലെങ്കിൽ നമുക്ക് എക്സ്റേ കൂടെ പ്രോപ്പർ ആയിട്ട് അറിയാൻ പറ്റും. ഇനി ഇതിൽ നമ്മൾ എടുത്ത് പറയേണ്ടതാ മെർക്കുറി ക്ലോറൈഡ് കണ്ടെയ്നിങ് ഫിക്സേറ്റീവിലാണ് നമ്മൾ ഫസ്റ്റ് നമ്മളെ ബോൺസ് ടിഷ്യൂ ഒക്കെ ഫിക്സ് ചെയ്തെങ്കിൽ നമുക്ക് റേഡിയോഗ്രാഫിക് എക്സാമിനേഷൻ വെച്ച് ആ ബോൺസിനെ ഒന്ന് നമുക്ക് എൻഡ് പോയിന്റ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാ? മെർക്കുറി ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ റേഡിയോ ഒപെക്സ് ആണ്, അത് എക്സ്റേനെ കടത്തി വിടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ എൻഡ് പോയിന്റ് ഡിറ്റർമിനേഷൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ റേഡിയോഗ്രാഫിക് എക്സാമിനേഷനിൽ പറയുന്നത് എക്സ്റേ ആണ്. എക്സ്റേ എന്ന് പറയുന്നത് നമ്മുടെ ബോൺസ് അല്ലെങ്കിൽ നമ്മുടെ ടൂത്ത് അല്ലെങ്കിൽ ടിഷ്യൂ എടുത്തിട്ട് നമ്മൾ അതിന്റെ എക്സ്റേ എക്സാമിനേഷൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ കാൽഷ്യം ഉണ്ടോ ഇല്ലെന്ന് ഡിറ്റർമിൻ ചെയ്യാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ എന്താ? കെമിക്കൽ ടെസ്റ്റ്.
കെമിക്കൽ ടെസ്റ്റിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഡീകാൽസിഫിങ് സൊല്യൂഷൻ എടുത്തിട്ട് ആ സൊല്യൂഷനിൽ കാൽഷ്യം ഉണ്ടോ ഇല്ലയോ നമ്മൾ നോക്കുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു 2 ദിവസമാണ് നമുക്ക് ഡീകാൽസിഫിക്കേഷന് ടൈം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ 2 ദിവസം ഡീകാൽസ്യം ഫ്ലൂയിഡ് വെച്ച്, അതായത് ഡീകാൽസ്യം ഫ്ലൂയിഡ് വെച്ച് നമ്മൾ ടിഷ്യൂ വെച്ചു. ഫസ്റ്റ് ഡേ നമ്മൾ ഒരു 24 അവർ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഡീകാൽസിഫിങ് സൊല്യൂഷൻ എടുത്ത് ഒരു റിയേജന്റ് ആഡ് ചെയ്തിട്ട് അതിൽ കാൽഷ്യം ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്തു. കാൽഷ്യം ഉണ്ട്. രണ്ടാമത്തെ ദിവസം നമ്മൾ അഗെയിൻ 24 അവർ കഴിഞ്ഞിട്ട് ആ സൊല്യൂഷൻ എടുത്തിട്ട് അഗെയിൻ നമ്മൾ ഒരു കെമിക്കൽ റിയേജന്റ് ആഡ് ചെയ്തിട്ട് അതിൽ കാൽഷ്യത്തിന്റെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ നമ്മൾ ചെക്ക് ചെയ്തു. അപ്പൊ കാൽഷ്യം നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് എന്താ ഡിറ്റർമിൻ ചെയ്യേണ്ടത്? ആ ബോൺസിലുള്ള അല്ലെങ്കിൽ ആ ടിഷ്യൂലുള്ള എല്ലാ കാൽഷ്യവും ആ ഡീകാൽസ്യം സൊല്യൂഷനിലോട്ട് വന്നു. നമ്മൾ അത് ചേഞ്ച് ചെയ്തിട്ട് പുതിയ സൊല്യൂഷൻ വെക്കുമ്പോൾ പുതിയ സൊല്യൂഷനിൽ കാൽഷ്യം ഇല്ലെങ്കിൽ നമുക്ക് എന്താ ഡിറ്റർമിൻ ചെയ്യേണ്ടേ? എന്താ മനസ്സിലാക്കേണ്ടേ? ആ ബോൺസിൽ ഇനി കാൽഷ്യം ഇല്ല, അതിനകത്തുള്ള എല്ലാ കാൽഷ്യം നമ്മൾ ഡീകാൽസ്യം സൊല്യൂഷനിലോട്ട് വന്നു. അത് റിമൂവ് ചെയ്ത് പുതിയത് നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ആ സൊല്യൂഷനിൽ കാൽഷ്യം ഇല്ല. അതാണ് നമ്മുടെ എൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നത്. ദ ടെസ്റ്റ് ഈസ് ഡൺ ടു അസസ് ദ the test is done to assess the presence of calcium in the decalcium solution released from the bones. അതായത് നമ്മുടെ ബോൺസിൽ നിന്ന് കാൽഷ്യം ഉണ്ടോ, അതായത് ഡീകാൽസ്യം ഫ്ലൂയിഡ് കാൽഷ്യം ഉണ്ടോ ഇല്ലേ എന്നാണ് നമ്മൾ ഈ ടെസ്റ്റിൽ നോക്കുന്നത്. വെൻ നോ കാൽഷ്യം ഈസ് ഫൗണ്ട്, റിസൾട്ട് ഈസ് നെഗറ്റീവ്, കാൽസിഫിക്കേഷൻ സെറ്റ് ടു ബി കംപ്ലീറ്റ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അതായത് നമ്മുടെ ഡീകാൽസ്യം സൊല്യൂഷനിൽ എപ്പോഴാണോ കാൽഷ്യത്തിന്റെ ടെസ്റ്റ് നെഗറ്റീവ് ആയിട്ട് കിട്ടുന്നത് അപ്പോഴാണ് നമ്മൾ ഡീകാൽസിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഈ ഡീകാൽസ്യം ഫ്ലൂയിഡ് എന്താ ചെയ്യുന്നത്? നമ്മുടെ ഈ ബോൺസിന് അല്ലെങ്കിൽ ടിഷ്യൂലുള്ള കാൽഷ്യത്തിനെല്ലാം റിമൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഡീകാൽസ്യം ഫ്ലൂയിഡ് ഡെയിലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എല്ലാം റിമൂവ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്തിട്ട് ആഡ് ചെയ്യുന്ന അടുത്ത ഡീകാൽസ്യം ഫ്ലൂയിഡിൽ കാൽഷ്യം ഒന്നും കാണില്ല. അപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് നെഗറ്റീവ് ആവും. അതാണ് നമ്മുടെ എൻഡ് പോയിന്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി അടുത്തത് എന്താ? റിയേജന്റ് യൂസ്ഡ്. റിയേജന്റ് യൂസ്ഡ് ഏതൊക്കെയാ? കോൺസെൻട്രേറ്റഡ് അമോണിയം ഹൈഡ്രോക്സൈഡും സാച്ചുറേറ്റഡ് അമോണിയം ഓക്സലൈറ്റ് സൊല്യൂഷൻ ആണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത്? കെമിക്കൽ ടെസ്റ്റ് ഫോർ എൻഡ് പോയിന്റ് ഡിറ്റർമിനേഷൻ ഓഫ് ഡീകാൽസിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അമോണിയം ഹൈഡ്രോക്സൈഡും അമോണിയം ഓക്സലേറ്റും ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ നമ്മൾ 5 ml ഇപ്പൊ നമ്മൾ 24 hours കൂടുമ്പോൾ നമ്മൾ ഓരോ ഇപ്പൊ നമ്മൾ ഇലക്ട്രോഫോറേറ്റ് ടെക്നിക് ആണെങ്കിൽ എവറി 2 to 3 hours കൂടുമ്പോൾ നമ്മൾ ഡീകാൽസിഫൈങ് ഫ്ലൂയിഡിൽ നമ്മൾ എൻഡ് ഡിറ്റർമിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മളിപ്പം ആസിഡ് ഡീകാൽസിഫിക്കേഷൻ ആണെങ്കിൽ എവറി 24 hours അല്ലെങ്കിൽ 12 to 24 hours കൂടുമ്പോഴത്തേക്ക് നമ്മൾ ഡീകാൽസിഫിക്കേഷന്റെ എൻഡ് പോയിന്റ് ഡിറ്റർമിൻ ചെയ്യണം. അപ്പൊ നമ്മൾ ആ സൊല്യൂഷൻ ആണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ പ്രൊസീജിയർ ആയിട്ട് പറയുന്നത് എന്താ? 5 ml ഡീകാൽസിഫൈങ് ഒരു കണ്ടെയ്നർ എടുക്കും. എന്നിട്ട് നമ്മൾ അതിലോട്ട് എന്ത് ആഡ് ചെയ്യും? അമോണിയം ഹൈഡ്രോക്സൈഡ്, കോൺസെൻട്രേറ്റഡ് അമോണിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ 5 ml ആഡ് ചെയ്യും. എന്തിനാ? pH ഒക്കെ ന്യൂട്രലൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മൾ അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യും. എന്നിട്ട് ഈ ന്യൂട്രലൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷനിൽ എന്ത് ആഡ് ചെയ്യും? അഗെയിൻ 5 ml സാച്ചുറേറ്റഡ് അമോണിയം ഓക്സലേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഒരു 30 മിനിറ്റ് നമ്മൾ അത് കീപ്പ് ചെയ്തിട്ട് നോക്കും എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ. അപ്പൊ നമ്മൾ അമോണിയം ഹൈഡ്രോക്സൈഡ് അമോണിയം ഓക്സലേറ്റും ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ അമോണിയം ഹൈഡ്രോക്സൈഡ് വെച്ച് ന്യൂട്രലൈസ് ചെയ്യും, pH ന്യൂട്രലൈസ് ചെയ്തിട്ട് ന്യൂട്രലൈസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷനിലുള്ള നമ്മൾ അഗെയിൻ 5 ml സാച്ചുറേറ്റഡ് അമോണിയം ഓക്സലേറ്റ് സൊല്യൂഷൻ നമ്മൾ ആഡ് ചെയ്യും. എന്നിട്ട് നമ്മളൊരു 30 മിനിറ്റ് കീപ്പ് ചെയ്യും. ഇനി നമ്മൾ ഇന്റർപ്രിട്ടേഷൻ പറയുകയാണെങ്കിൽ എന്താ? പ്രസൻസ് ഓഫ് വൈറ്റ് precipitate. അതായത് ഇവിടെ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താ? നമ്മൾ യൂസ് ചെയ്യുന്നത് അമോണിയം ഓക്സലേറ്റ് ആണ് റിയേജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ അമോണിയം ഓക്സലേറ്റ് നമ്മുടെ ഈ ഡീകാൽസിഫൈങ് സൊല്യൂഷനിലുള്ള കാൽഷ്യമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറും? കാൽഷ്യം ഓക്സലേറ്റ് ആയിട്ട് കൺവെർട്ട് ചെയ്യും. ഈ കാൽഷ്യം ഓക്സലേറ്റ് ആണ് എന്ത്? ഒരു വൈറ്റ് precipitate ആയിട്ട് നമുക്ക് ഇന്റർപ്രിട്ടേഷനിൽ കിട്ടുന്നത്. അപ്പൊ ഈ അമോണിയം ഓക്സലേറ്റ് നമ്മുടെ ഈ കാൽഷ്യമായിട്ട് കമ്പൈൻ ചെയ്ത് കാൽഷ്യം ഓക്സലേറ്റ് ആവും. ദ പ്രസൻസ് ഓഫ് വൈറ്റ് precipitate indicate decalcifying agent contain calcium and
ഡീകാൽസിഫിക്കേഷൻ ഈസ് നോട്ട് കംപ്ലീറ്റ്. അപ്പൊ നമ്മളൊരു 30 മിനിറ്റ് വെക്കുമ്പോഴത്തേക്ക് അതിലൊരു വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ് വന്നാൽ നമുക്ക് എന്ത് ഇന്റർപ്രിറ്റ് ചെയ്യാം? അതിൽ കാൽഷ്യം ഉണ്ട്, അപ്പൊ ഡീകാൽസിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി. അങ്ങനെ വരാണെങ്കിൽ നമുക്ക് ആ പഴയ ഡീകാൽസിഫൈങ് ഫ്ലൂയിഡ് ഡിസ്കാർഡ് ചെയ്യുക, എന്നിട്ട് പുതിയ ഡീകാൽസിഫൈങ് ഫ്ലൂയിഡ് വെച്ചിട്ട് നമ്മൾ അത് റീപ്ലേസ് ചെയ്യുക. എന്നിട്ട് എവരി 12 to 24 hours കൂടുമ്പോഴത്തേക്ക് നമ്മളിത് ഇതുപോലെ തന്നെ സെയിം പ്രൊസീജിയർ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുക. അതായത് എൻഡ് പോയിന്റ് അമോണിയം ഓക്സലേറ്റ് വെച്ച് നമ്മൾ നോക്കുക. എപ്പോഴാണോ വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ് വരാത്തത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാം ആ എൻഡ് പോയിന്റ് പ്രോപ്പർ ആയിട്ട് വന്നത്. അതായത് നമ്മുടെ ഈ ഡീകാൽസിഫിങ് സൊല്യൂഷനിൽ കാൽഷ്യം എല്ലാം കംപ്ലീറ്റ്ലി റിമൂവ് ആയി, അതായത് നമ്മുടെ ബോൺസിലുള്ള കാൽഷ്യം എല്ലാം റിമൂവ് ആയി. അതാണ് നമ്മുടെ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ എന്താ? നോട്ട് സ്യൂട്ടബിൾ വെൻ ആസിഡ് ഡീകാൽസിഫിക്കേഷൻസ് ആർ യൂസ്ഡ് ഇൻ ഹയർ കോൺസെൻട്രേഷൻസ്. അതായത് ഹയർ കോൺസെൻട്രേഷനുള്ള ആസിഡ്, അതായത് നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എൻഡ് പോയിന്റ് കെമിക്കൽ മെത്തേഡ് വെച്ച് ഡിറ്റർമിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതാണ് അതിന്റെ ആകെയുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താ? ഫിസിക്കൽ ടെസ്റ്റ്. ആദ്യത്തേത് റേഡിയോളജിക്കൽ ടെസ്റ്റ്, രണ്ടാമത്തത് കെമിക്കൽ ടെസ്റ്റ്, മൂന്നാമത്തത് ഫിസിക്കൽ ടെസ്റ്റ്. ഫിസിക്കൽ ടെസ്റ്റ് ഒന്നുമില്ല, ഇതൊരു ക്രൂഡ് ടെസ്റ്റ്, അതായത് നോട്ട് സ്പെസിഫിക് ഒരു ആക്യുറേറ്റ് ഒരു മെത്തേഡ് ഒന്നുമല്ല, ഒന്നുമില്ല. നമ്മുടെ പറയുന്ന എക്സ്പീരിയൻസ്ഡ് ഹാൻഡ് ക്യാൻ ടെൽ ബൈ ഫീലിംഗ് ദ ടിഷ്യൂ. നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഈ ടെസ്റ്റ് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും എന്നാണ് പറയുന്നത്. അതായത് ഒന്നെങ്കിൽ നമുക്ക് ആ ഡീകാൽസിഫൈഡ് ആയിട്ടുള്ള ടിഷ്യൂനെ ഒന്ന് ബെൻഡ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പിന്നെടുത്ത് നമ്മൾ ആ ടിഷ്യൂലോട്ട് ഒന്ന് ഇൻസൈഡ് കുത്തി നോക്കുക. അപ്പൊ നമുക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾക്ക് അത് അഡിക്വേറ്റ് ആയി ഡീകാൽസിഫൈ ചെയ്തു ഇല്ല നമുക്ക് അത് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കാരണം നമ്മൾ ഡീകാൽസിഫിക്കേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ടിഷ്യൂ സോഫ്റ്റ് ആവും, അപ്പൊ നമ്മുടെ ടിഷ്യൂ ഈസി ആയിട്ട് ബെൻഡ് ആയിട്ട് വരും. ഇപ്പൊ ഡീകാൽസിഫിക്കേഷൻ പ്രോപ്പർ ആയിട്ട് നടന്നിട്ടില്ലെങ്കിൽ അത് സോഫ്റ്റ് ആയിട്ട് ബെൻഡ് ആവില്ല. പിന്നെ നമുക്കൊരു ഹാർഡ് സബ്സ്റ്റൻസിലും ഒരു സോഫ്റ്റ് ആയിട്ടുള്ളതിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ ഓൾസോ ഷുഡ് പെനിട്രേറ്റ് ഈസിലി വിത്തിൻ ദ ടിഷ്യൂ. ഡീകാൽസിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈസി ആയിട്ട് അത് പെനിട്രേറ്റ് ചെയ്യും. ഇത് ഇത്രയാണ് നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റിൽ. ഇതൊരു ക്രൂഡ് ടെസ്റ്റ് ആണ്, ഒരു ആക്യുറേറ്റ് ആയിട്ടൊരു ടെസ്റ്റ് അല്ല. ഇനി അടുത്ത ഫൈനലി എന്താ? ബബിൾ ടെസ്റ്റ്. ബബിൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ ആസിഡ് നമ്മൾ അത് ടെസ്റ്റിൽ നമ്മൾ അത് ഒബ്സർവ് ചെയ്യുന്നതാണ്. നമ്മുടെ ഈ ആസിഡ് ഡീകാൽസിഫിക്കേഷൻ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ആസിഡ് നമ്മുടെ ഈ ബോൺസിനകത്തുള്ള എന്തുമായിട്ട് കമ്പൈൻ ചെയ്തും കാൽഷ്യം കാർബണേറ്റും ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അത് നമ്മുടെ ബോൺസിന്റെ മുകളിൽ ഒരു ബബിള് പോലെ ഇരിക്കും. ഈ ബബിള് നമ്മൾ അതൊന്ന് ഷേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഡിസപ്പിയർ ആവും, പക്ഷെ അത് അഗെയിൻ റീഫോം അത് ആ ഷേക്കിങ് കഴിഞ്ഞിട്ട് ശേഷം അത് തിരിച്ച് അതുപോലെ തന്നെ വരും. അതായത് നമ്മുടെ ഈ ആസിഡും ഈ കാൽഷ്യം കാർബണേറ്റും കൂടെ കമ്പൈൻ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ഈ ടിഷ്യൂവിന്റെ മുകളിൽ ബബിൾസ് ആയിട്ട്, അല്ല ടിഷ്യൂ അല്ല ബോൺസിന്റെ മുകളിൽ ബബിൾസ് ആയിട്ട് നിൽക്കും. ആ ബബിൾസ് നമ്മൾ ഷേക്ക് ചെയ്യുമ്പോൾ ഡിസപ്പിയർ ആവും, പിന്നെ അത് റീഫോം ആവും. ഇത് ഇത്രയാണ് എൻഡ് പോയിന്റ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഡീകാൽസിഫിക്കേഷൻ എല്ലാവർക്കും ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമ്മുടെ ഈ ഡീകാൽസിഫിക്കേഷനിൽ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ചോദിച്ചിട്ടില്ല. എങ്കിലും നമ്മൾ സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കുക. നമ്മൾ ഹിസ്റ്റോപത്തോളം നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കേണ്ട ഏരിയ ഫിക്സേഷൻ, മൈക്രോട്ടോമി, പ്രോസസ്സിങ്, സ്ട്രീനിങ്. ഇത് ഇത്രയാണ് നമ്മൾ ഫോക്കസ് കുറച്ചൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയ. അതാണ് ഈ ഡീകാൽസിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അത്രയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻസ് കുറവാണ്. ഡീകാൽസിഫിക്കേഷൻ ഞാൻ ഒന്നുകൂടെ ബ്രീഫ് ആയിട്ടൊന്ന് പറയാം. നമ്മുടെ കാൽഷ്യത്തിനെ റിമൂവ് ചെയ്യുന്നതാണ്. ഫാക്ടേഴ്സ് കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, ഡെൻസിറ്റി ഓഫ് ബോൺസ്, അജിറ്റേഷൻ, തിക്നെസ് ഓഫ് ടിഷ്യൂ ആണ്. ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എന്താ?
നമ്മൾ കാൽഷ്യത്തിന് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യും. ഡസ് നോട്ട് ഡാമേജ് ദ ടിഷ്യൂ, ഡസ് നോട്ട് ഇംപെയർ ദ സബ്സിക്വന്റ് സ്റ്റെയിനിങ്, റീസണബിൾ ആൻഡ് ഫാസ്റ്റ് ഡീകാൽസിഫിക്കേഷൻ. മെത്തേഡ് ആയിട്ട് പറയുന്നത് ആസിഡ് ഡീകാൽസിഫിക്കേഷൻ ഉണ്ട്, അയൺ എക്സ്ചേഞ്ച് റെസിൻസ്, ചീലേറ്റിംഗ് ഏജന്റ്, ഇലക്ട്രോഫോററ്റ് ടെക്നിക്ക്, മൈക്രോവേവ്, സർഫസ് ഡീകാൽസിഫിക്കേഷൻ. ഇത്രയാണ് മെത്തേഡ് ആയിട്ട് പറയുന്നത്. ഇനി നമ്മൾ ഓരോന്നിനും സ്ട്രെസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമ്മൾ അയൺ എക്സ്ചേഞ്ച് റെസിൻസിൽ നമ്മൾ സൾഫണേറ്റഡ് പോളിസ്റ്റെറീൻ ആണ് റെസിൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. 20 to 30 ടൈംസ് ആണ് ബൾക്ക് ആയിട്ട് നമ്മൾ ഡീകാൽസിഫിങ് ഫ്ലൂയിഡ് യൂസ് ചെയ്യുന്നത്. ആസിഡ് ഡീകാൽസിഫിക്കേഷൻ നമ്മൾ 100 ടൈംസ് ആണ് യൂസ് ചെയ്യുന്നത്. ചീലേറ്റിംഗ് ഏജന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാ? EDT ആണ് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോഫോറേറ്റ് ടെക്നിക്കിൽ നമ്മൾ ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്യുന്നത് 8% ഹൈഡ്രോക്ലോറിക് ആസിഡ്, 10% ഫോമിക് ആസിഡ്. നെഗറ്റീവ് ഇലക്ട്രോഡ് ബ്രാസ്, പോസിറ്റീവ് ഇലക്ട്രോഡ് പ്ലാറ്റിനം വയർ. എൻഡ് പോയിന്റ് റേഡിയോഗ്രാഫിക്, കെമിക്കൽ ടെസ്റ്റ്, ഫിസിക്കൽ ടെസ്റ്റ്, ബബിൾ ടെസ്റ്റ്. ഇത് ഇത്രയാണ് നമ്മുടെ ഡീകാൽസിഫിക്കേഷൻ വരുന്നത്. ഇനി ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, നിങ്ങൾ ആൻസർ പറയണം. ഓക്കെ, ഞാൻ ഓപ്ഷൻസ് വേണമെങ്കിൽ പറയാം. നിങ്ങൾ എന്തായാലും മ്യൂട്ട് ചെയ്തിട്ട് പറയാ, അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാ. ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിങ്ങൾക്ക് ഓപ്ഷൻസ് വേണമെങ്കിൽ നിങ്ങൾ ഓപ്ഷൻസ് ചോദിച്ചാൽ മതി. ഓപ്ഷൻസ് ഇല്ലാതെ ആൻസർ പറയാൻ നിങ്ങൾ നോക്കുക. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. ടെക്നിക്ക് യൂസ്ഡ് ഇൻ ഡീകാൽസിഫിക്കേഷൻ ഓർ ഓൾ എക്സെപ്റ്റ്. ഇതിൽ ഏതാണ് നമ്മുടെ ഡീകാൽസിഫിക്കിന് യൂസ് ചെയ്യാത്ത ടെക്നിക്ക് എന്നാണ്. അതായത് റിയേജന്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, EDTA, സൾഫ്യൂരിക് ആസിഡ്. ഏതാ? ഓക്കെ, അപ്പൊ നമ്മുടെ സൾഫ്യൂരിക് ആസിഡ് ആണ് നമ്മൾ ഡീകാൽസിഫിങ് സൊല്യൂഷനിൽ പഠിക്കാത്തത്. ബാക്കി ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും EDTA ഒക്കെ നമ്മൾ പഠിച്ചു. മാഡം ഇത് അർജൻ ബയോപ്സിക്ക് നമുക്ക് സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യാൻ പാടില്ലേ? അർജൻ ബയോപ്സിക്ക് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് യൂസ് ചെയ്യുന്നത്. സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യില്ല. നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് അർജൻ ബയോപ്സിക്ക് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ് നമുക്ക് അർജൻ ബയോപ്സിക്ക് യൂസ് ചെയ്യാം. നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഒരിക്കലും നമ്മൾ ഡീകാൽസിഫയിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യില്ല. ഓക്കെ ആണോ? ഓക്കെ മാഡം. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ഡീകാൽസിഫിക്കേഷൻ ഇൻ ഹിസ്റ്റോപത്തോളജി? ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. ഞാൻ ഓപ്ഷൻസ് പറയാം. ടു പ്രിസർവ് ദ ടിഷ്യൂ മോർഫോളജി, to remove calcium salt from the bone and teeth, to enhance staining of tissue sections, to reduce the tissue processing time. ഏതാ? To remove the calcium salt from the bone and teeth. Very good. അടുത്തൊരു ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ എഫക്ട് ഓഫ് ഓവർ ഡീകാൽസിഫിക്കേഷൻ ഓൺ ദ ടിഷ്യൂ സെക്ഷൻസ്? ടിഷ്യൂ സെക്ഷനിൽ ഓവർ ആയിട്ട് ഡീകാൽസിഫൈ ചെയ്താൽ എന്താണ് എഫക്ട് എന്ന് ഓപ്ഷൻസ് പറയാം. ഇൻക്രീസ്ഡ് സ്റ്റെയിനിങ് ഇന്റൻസിറ്റി, ഇംപ്രൂവ്ഡ് ടിഷ്യൂ മോർഫോളജി, ലോസ് ഓഫ് ടിഷ്യൂ ആർക്കിടെക്ചർ, എൻഹാൻസ്ഡ് സെല്ലുലാർ ഡീറ്റെയിൽസ്. ഏതാ? ലോസ് ഓഫ് ടിഷ്യൂ ആർക്കിടെക്ചർ. ഞാൻ പറഞ്ഞു നമുക്ക് ഡീകാൽസിഫിക്കേഷൻ എക്സസ് ആയിട്ട്, അതായത് നമ്മുടെ എൻഡ് പോയിന്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം നമുക്ക് ഡീകാൽസിഫിക്കേഷൻ എക്സസ് ആയി, കാരണം മിക്കവാറും നമ്മൾ ആസിഡ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഡീകാൽസിഫിക്കേഷൻ എക്സസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ടൈം കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ടിഷ്യൂവിന്റെ ആർക്കിടെക്ചറും ടിഷ്യൂവിന് ഹാർഡനിങ്ങും സെല്ലിങ്ങും ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് ടൈം കൊടുത്ത് ചെയ്യുക. നമ്മൾ ടൈം എക്സസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ടിഷ്യൂവിന്റെ ആർക്കിടെക്ചർ ഒക്കെ ലോസ് ആയി പോകും. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following tissue require special decalcification technique? ഇതൊരു സൂപ്പർഫിഷ്യലി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സ്കിൻ, മസിൽ, ബോൺ, ലിവർ. ഏതാ? ബോൺ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. Which of the following chelating agents are used in decalcification? ഓപ്ഷൻസ് പറയാം. EDTA, ഡബിൾ ഓക്സലേറ്റ്, സിട്രേറ്റ്, ഹെപ്പാരിൻ. ആണ് നമ്മൾ ഡീകാൽസിഫിക്കേഷന് ചീലേറ്റിംഗ് ഏജന്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓൾ ഓഫ് ദം ആർ ട്രൂ എക്സെപ്റ്റ്. ഇതിൽ ഏതാണ് കറക്റ്റ് അല്ലാത്തതെന്നാണ് ചോദിച്ചേക്കുന്നത്. കംപ്ലീറ്റ്ലി റിമൂവ് കാൽഷ്യം ഫ്രം ദ ടിഷ്യൂ, ഡസ് നോട്ട് ഡാമേജ് ദ ടിഷ്യൂ, ഡസ് നോട്ട് ഇംപെയർ ദ സബ്സിക്വന്റ് സ്റ്റെയിനിങ്, എൻഹാൻസ് ആന്റിജനിസിറ്റി ഓഫ് സെല്ല്.
ഇതിൽ ഏതാണ് ഡീകാൽസിഫിങ് ഫ്ലൂയിഡിന്റെ ഓക്കെ, എൻഹാൻസ് ആന്റിജനസിറ്റി ഓഫ് ദ സെൽസ്. നമ്മൾ ആദ്യം പറഞ്ഞു നമ്മുടെ റീസണബിൾ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ കാൽഷ്യത്തിനെ റിമൂവ് ചെയ്യും, നമ്മുടെ മോർഫോളജി ഒന്നും ആൾട്ടർ ചെയ്യാൻ പാടില്ല, സബ്സിക്വന്റ് സ്ട്രെയിനിങ്ങിനെ ഒന്നും അഫക്ട് ചെയ്യാൻ പാടില്ല, കാൽഷ്യത്തിനെയൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ അതിലില്ലാത്തത് ഏതാ? ആന്റിജനസിറ്റി എൻഹാൻസ് ചെയ്യുന്നുള്ളത് തെറ്റാണ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ഡീകാൽസിഫൈങ് ഫ്ലൂയിഡ്? ഇതിൽ ഏതാണ് ഡീകാൽസിഫൈങ് ഫ്ലൂയിഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോമിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, എഥനോള്, അസറ്റോൾ. ഓക്കെ, ഫോമിക് ആസിഡ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് റെസിൻസ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ഡീകാൽസിഫിക്കേഷൻ? ഡീകാൽസിഫിക്കേഷൻ യൂസ് ചെയ്യുന്ന റെസിൻ ഏതാ? പോളിസ്റ്ററിൻ റെസിൻ. പോളിസ്റ്റെറീൻ റെസിൻ. ഇതിലെ ഓപ്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. എപ്പോക്സി റെസിൻസ്, അക്രൈൽ റെസിൻസ്, പോളി യൂറിത്രൈൻ റെസിൻസ്, പോളിസ്റ്റീരീൻ റെസിൻസ്. ഏതാ? ആൻസർ. അപ്പൊ നമുക്ക് ഓപ്ഷനിൽ തന്നെ പോളിസ്റ്റീറീനും പോളി യൂറിത്രൈനും കൊണ്ട് അപ്പൊ കൺഫ്യൂഷൻ ആവരുത്. പോളിസ്റ്റീരീൻ റെസിൻസ് ആണ് നമ്മളുടെ ഡീകാൽസിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന റെസിൻസ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്ത, വോളിയം ഓഫ് ഡീകാൽസിഫൈങ് ഫ്ലൂയിഡ് യൂസ്ഡ് ഇൻ ആസിഡ് ഡീകാൽസിഫിക്കേഷൻ. ആസിഡ് ഡീകാൽസിഫിക്കേഷൻ എത്ര വോളിയംസ് ആ യൂസ് ചെയ്യുന്നേ? 100 ഓക്കെ, 100 ടൈംസ് വോളിയം ആണ് നമ്മൾ ഡീകാൽസിഫൈങ് ഫ്ലൂയിഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത്, ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഇൻ ഇലക്ട്രോഫോററ്റിക് ഡീകാൽസിഫിക്കേഷൻ. ഏതാ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? ഓക്കെ, ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻസ് കൺഫ്യൂസിംഗ്, നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്. ഞാൻ ഓപ്ഷൻസ് പറയാം. ഈക്വൽ പാർട്ട് ഓഫ് 8% ഹൈഡ്രോക്ലോറിക് ആസിഡ്, 10% ഫോമിക് ആസിഡ്, ഈക്വൽ പാർട്ട് ഓഫ് 10% സൾഫൂരിക് ആസിഡ്, 4% പിക്രിക് ആസിഡ്, പിന്നെ 5% ഹൈഡ്രോക്ലോറിക് ആസിഡ്, 8% അസറ്റിക് ആസിഡ്, പിന്നെ ഫോമിക് ആസിഡ്, നൈട്രിക് ആസിഡ്. അപ്പൊ എല്ലാത്തിലും നമ്മൾ പഠിച്ച ഒരു കണ്ടന്റെങ്കിലും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ട് പഠിക്കേണ്ട ഏതാ? 8% ഹൈഡ്രോക്ലോറിക് ആസിഡും 10% ഫോമിക് ആസിഡും ആണ് നമ്മൾ ഇലക്ട്രോഫോററ്റിക് ഡീകാൽസിഫിക്കേഷന് ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത്, ദ എൻഡ് പോയിന്റ് ഓഫ് ഡീകാൽസിഫിക്കേഷൻ ക്യാൻ ബി ഡിറ്റക്റ്റഡ് ബൈ റേഡിയോഗ്രാഫിക്, കെമിക്കൽ ടെസ്റ്റ്, ഫിസിക്കൽ ടെസ്റ്റ്, ഓൾ എബോ. ഓൾ എബോ മെത്തേഡ്. അപ്പൊ ഇത്രയും മെത്തേഡ്സ് വഴിയാണ് നമുക്ക് ഡീകാൽസിഫിക്കേഷൻ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡീകാൽസിഫിക്കേഷന്റെ ക്ലാസ് ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണ് മാം. മാം നമ്മളെ ഇലക്ട്രോഫോർട്ടിക് ടെക്നിക്ക് പഠിച്ചില്ലേ? അതിനകത്ത് നമ്മള് ആ ടിഷ്യൂ റാപ്പ് ചെയ്യുന്നത് പോസിറ്റീവ് ഇലക്ട്രോണിനകത്ത്, എന്നിട്ട് അത് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനകത്ത് ആ ഒരു ജാറിനകത്ത് വെക്കുമല്ലോ. അപ്പൊ ഈ നെഗറ്റീവ് ഇലക്ട്രോഡ് എവിടെ ഇരിക്കും? എന്താ കുറച്ചുകൂടി നോയ്സിൽ പറയാ, കേൾക്കുന്നില്ല. നമ്മളെ ആ ടിഷ്യൂ ആണെങ്കിൽ പോസിറ്റീവ് ഇലക്ട്രോണിനകത്ത് റാപ്പ് ചെയ്തിട്ട് അത് നമ്മൾ ആ സൊല്യൂഷനകത്ത് ഇറക്കി വെക്കുമല്ലേ? നെഗറ്റീവ് ഇലക്ട്രോഡ് എവിടെ വെക്കുന്നത്? നെഗറ്റീവ് ഇലക്ട്രോഡ് നമ്മൾ സാധാരണ നമ്മൾ ഇലക്ട്രോഫോറസ് കണ്ടിട്ടില്ലേ? നമ്മള് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനിലോട്ടാണ് നമ്മൾ 2 ഇലക്ട്രോഡ്സും ഇറക്കി വെക്കുന്നത്. നമ്മൾ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാ? നമ്മളിപ്പം ബയോകെമിസ്ട്രി നമ്മൾ ഇലക്ട്രോഫോറസ് ചെയ്യുന്നത് എങ്ങനെയാ? നമ്മളൊരു പോസിറ്റീവ് ഇലക്ട്രോഡ് കാണും, നെഗറ്റീവ് ഇലക്ട്രോഡ് കാണും, അതിന് കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു വിക്ക് ഉണ്ടായിരിക്കും. ആ 2 സൊല്യൂഷനിലോട്ട് നമ്മൾ വിക്ക് ഒരു കണക്ഷൻ വേണ്ടിയിട്ട് നമ്മൾ നടുക്കാണ് നമ്മൾ സ്ലൈഡാണ് വെക്കുന്നതെങ്കിൽ അതിൽ അകാർ ഒഴിച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മൾ റുട്ടീനിൽ നമ്മൾ ഇലക്ട്രോഫോറസിസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ പോസിറ്റീവ് ഇലക്ട്രോഡിലാണ് ടിഷ്യൂ റാപ്പ് ചെയ്ത് ഇലക്ട്രോലൈറ്റിലോട്ട് ഇടുന്നത്. നെഗറ്റീവ് ഇലക്ട്രോഡ് അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റിലോട്ട് അറ്റാച്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. അല്ല മാം, ഇത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞപ്പോൾ കൺഫ്യൂഷൻ വന്നു. നമ്മുടെ സാധാരണ നമ്മൾ ഇങ്ങനെ ഇലക്ട്രോഡ്സിൽ നമ്മൾ റാപ്പ് ചെയ്യില്ലല്ലോ. നമ്മൾ 2 സൈഡിൽ ഇലക്ട്രോഡ് അറ്റാച്ച് ചെയ്തിട്ട് ആ വിക്കിൽ കണക്ട് ചെയ്തിട്ടല്ലേ നമ്മൾ സ്ലൈഡ് വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്നേ? അതെ മാം. അതെ. ഇപ്പൊ ഇതിൽ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. നമ്മുടെ പോസിറ്റീവ് ആ വയറാണ്, നമ്മൾ ആ പ്ലാറ്റിനം വയർ നമ്മുടെ ടിഷ്യൂല് റാപ്പ് ചെയ്തിട്ട് അത് ഇലക്ട്രോലൈറ്റിൽ ഇട്ടിടും. നെഗറ്റീവ് ഇലക്ട്രോഡ് ബ്രാസ് പ്ലേറ്റ് അതുപോലെ തന്നെ നമ്മൾ അയലത്ത് വെക്കും. നമുക്ക് സ്പീഡ് കൂട്ടണമെങ്കിൽ അത് നമ്മൾ അടുപ്പിച്ച് വെക്കും, സ്പീഡ് കുറയ്ക്കണമെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യും. അത്രേ ഉള്ളൂ. മാഡം ഒരു ഡൗട്ടാ, ഒരു ബബിൾ ടെസ്റ്റ് ഇല്ലേ, എൻഡ് പോയിന്റ് എക്സാമിനേഷൻ, അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജന്റ് ഏതാ? അതിന് നമ്മൾ റിയേജൻസ് നമ്മൾ യൂസ്, ഞാൻ പറഞ്ഞില്ല, അത് റിയേജൻസ് നമ്മൾ ടെസ്റ്റ് ആയിട്ട് പറയുന്നില്ല. നമ്മൾ അതൊരു ഒബ്സർവേഷൻ മാത്രമാണ്.
കാരണം നമ്മൾ ആസിഡ് ഡീകാൽസിഫിക്കേഷൻ, നമ്മൾ ആസിഡ് യൂസ് അല്ലേ, അത് ഏത് ആസിഡും ആവട്ടെ, നമ്മൾ നൈട്രിക് ആസിഡ് ആയാലും ഫോമിക് ആസിഡ് ആയാലും, ഈ ആസിഡ്സിന് ഒരു എബിലിറ്റി ഉണ്ട്. ഈ ഈ നമ്മുടെ ഈ ടിഷ്യൂനകത്തുള്ള എന്തുമായിട്ട് റിയാക്ട് ചെയ്യും? സോഡിയം കാൽഷ്യം കാർബണേറ്റ്. കാൽഷ്യം നമ്മുടെ ഈ കാർബണേറ്റ്. ബോൺസിൽ എന്തുണ്ട്? കാൽഷ്യം കാർബണേറ്റ് ഉണ്ട്. ഈ ആസിഡ് കാൽഷ്യം കാർബണേറ്റും ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു ബബിൾസ്, ആ ബബിൾസ് എന്താ? കാർബൺ ഡയോക്സൈഡ്. അതൊരു ഒബ്സർവേഷൻ ടെസ്റ്റ് മാത്രം, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റ് അല്ല, നമുക്കൊരു ഒബ്സർവേഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ മാഡം, ക്ലിയർ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാഡം, ഈ കെമിക്കൽ എക്സാമിനേഷൻ ഇല്ലേ, കെമിക്കൽ ടെസ്റ്റ് ഇല്ലേ, കെമിക്കൽ അതെ. ടെസ്റ്റില് ഡിപ്സ്റ്റിക് മെത്തേഡ് ഇല്ലേ, ലിറ്റ്മസ് വെച്ചിട്ട്? നമ്മൾ ഇതിൽ പറയുന്നത്, നമ്മൾ കെമിക്കൽ ടെസ്റ്റിൽ അമോണിയം ഹൈഡ്രോക്സൈഡും ഓക്സലേറ്റും വെച്ചുള്ള ടെസ്റ്റാ പറയുന്നത്. പിന്നെ ഇതിന്റെ ഡിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ ഈ റിയേജന്റ് അതിൽ ഇംപ്രിഗ്നേറ്റ് ചെയ്തിട്ടായിരിക്കും, അല്ലാതെ പഠിച്ചിട്ടില്ല അങ്ങനെ. അത് ഓക്കെ, കേട്ടിട്ടുണ്ടോ ഇവിടെ അങ്ങനെ? ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, അത് ഓക്കെ, അത് ഞാൻ ചോദിച്ചത്. റെഫർ ചെയ്ത് ലിറ്റ്മസ് നോക്കിയിട്ട് വെച്ചിട്ട്. പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ, ശരി. ഓക്കെ, ഇതിപ്പോ നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അമോണിയം ഓക്സലേറ്റ് വെച്ചിട്ടുള്ള വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ് നമ്മൾ റുട്ടീനിൽ ചെയ്യുന്നത്. ഡിസ്ട്രിക്റ്റിന്റെ കാര്യം ഞാൻ റെഫർ ചെയ്തിട്ട് നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ മാഡം. മാഡം, ഈ അർജൻ ബയോപ്സിക്ക് യൂസ് ചെയ്യുന്ന HCl-ന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? HCl എപ്പോഴും നമ്മൾ 5 to 10% ആണ് യൂസ് ചെയ്യുന്നത്. കോൺസെൻട്രേറ്റഡ് അല്ലേ, അപ്പൊ നമ്മൾ 5 to 10% കോൺസെൻട്രേഷൻ ആണ് എപ്പോഴും നമ്മൾ HCl-ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ. HCl-ഉം HNO3-യും 5 to 10% തന്നെയല്ലേ ആസിഡ് അതെ, 5 to ഡീകാൽസിഫൈ? 10% തന്നെ യൂസ് ചെയ്യുന്നത്. HNO3 നമ്മൾ ആസച്ച് യൂസ് ചെയ്യുന്നില്ല. അക്യൂസ് ആയിട്ട്, അക്യൂ സൊല്യൂഷൻസ് ഫോമാലുമായിട്ട് മിക്സ് ചെയ്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഡീകാൽസിഫിക്കേഷനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കേണ്ടത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അതായത് നമ്മുടെ ഹിസ്റ്റോപത്തോളജിയിൽ സ്പെസിമൻ, ഞാൻ ഓൾറെഡി അത് എല്ലാ ക്ലാസ്സിലും നമ്മുടെ പ്രോസസ്സിങ്ങിന്റെ പേരുകളും എല്ലാം പറഞ്ഞു. അപ്പൊ നമ്മുടെ ടിഷ്യൂ വന്നത് മുതൽ നമ്മൾ ഹിസ്റ്റോപത്തോളജിയിൽ എന്താണ് ചെയ്യുന്നത്, അത് നമുക്ക് ആ ഏരിയ ജസ്റ്റ് അത്രയും ഫോക്കസ് ചെയ്യേണ്ട ആവശ്യം, നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല. നമ്മുടെ റിസപ്ഷൻ മുതൽ നമ്മൾ എന്തൊക്കെയാ ഗ്രോസിങ് ബിറ്റിങ് എന്തൊക്കെയാ ചെയ്യും, ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ എടുക്കാം. അപ്പൊ ഈ ക്ലാസ് ഓക്കെ ആണോ എല്ലാവർക്കും? ഡൗട്ട് ഒക്കെ ക്ലിയർ ആണോ? എല്ലാരും ഫിക്സേഷനും മൈക്രോഡോമി ഒക്കെ പഠിച്ചോ? തറവായോ എല്ലാരും? ആരും മിണ്ടുന്നില്ലല്ലോ. ഓക്കെ സാർ, അപ്പൊ വൈൻഡ് അപ്പ് ചെയ്യട്ടോ, ക്ലാസ് കഴിഞ്ഞു.